അപ്പോൾ നിങ്ങൾ ആ മകനോട് പറയുക, മോനെ നമുക്ക് ഈ പറയുന്ന മുഹമ്മദ് നബി പഠിപ്പിച്ചിരുന്ന ഒരു സൃഷ്ടാവിന്റെ സിഫത്തുകളുണ്ടല്ലോ, ഗുണഗണങ്ങൾ, അതിനെപ്പറ്റി നമുക്ക് അടുത്തത് ചർച്ച ചെയ്യാൻ മോനെ, ഉടനെ നമുക്ക് ചർച്ച ചെയ്യാം. മുഹമ്മദ് അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, കാരുണ്യവാനായ അള്ളയാണെങ്കിൽ അങ്ങനെ ആയത്തർക്കോ ഇങ്ങനെ ആയത്തർക്കോ, സ്ത്രീകളോട് ക്രൂരത ചെയ്തില്ലേ, ശത്രുക്കളെ കൊല്ലാൻ ഉത്തരവിട്ടില്ലേ, കാഫിറുകളെ കാണുന്നിടത്ത് വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞില്ലേ, ഇത്തരം ആയത്തുകളൊക്കെ ഖുർആനിലുണ്ടല്ലോ, അടിമത്തം ഖുർആനിലുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ആദ്യം നമ്മൾ മുഹമ്മദ് നബി പറഞ്ഞ പ്രപഞ്ച സൃഷ്ടാവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താം. മുഹമ്മദിന്റെ ചെയ്തികൾ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള രക്തച്ചൊരിച്ചിലുകൾ, ഇസ്ലാം മനുഷ്യരെ വിശ്വാസിയെന്നും അവിശ്വാസിയെന്നും നീചമായ രീതിയിൽ വേർതിരിവുണ്ടാകുന്നതിന് അത്തരം ഇസ്ലാമിന്റെ സാമൂഹ്യ നിയമങ്ങളും രാഷ്ട്രീയ നിയമങ്ങളും ഒന്നും നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കേണ്ട. നമുക്ക് പ്രപഞ്ച സൃഷ്ടാവ്, ഇതിന്റെ പിന്നിലെ ശക്തി, ഇതിന്റെ പിന്നിലുള്ള ഡിസൈനർ ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കാം എന്നാണ് വാപ്പാന്റെ ആവശ്യം. ആദ്യം തന്നെ ഇത്തരത്തിലുള്ള ഒരു സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിനുണ്ട് എന്നും ഈ പ്രപഞ്ചം തനിയെ ഇങ്ങനെ ഉണ്ടായതല്ല എന്നും ഈ പ്രപഞ്ചത്തിന് കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി പഠിപ്പിക്കുന്ന ഒരു സൃഷ്ടാവുണ്ടല്ലോ, ആ സൃഷ്ടാവിന്റെ അസ്തിത്വത്തെ പറ്റിയിട്ടാണ് മോനെ ഞാൻ നിന്നോട് ചോദിക്കുന്നത്. അങ്ങനെ ഒരു അസ്തിത്വം ഇല്ല എന്ന് പറയാൻ മാത്രം എന്ത് എന്ത് യുക്തിപരമായ അറിവാണ് മോനെ നിന്റെ കയ്യിലുള്ളത്? അദ്ദേഹം ചോദിക്കുന്ന വാപ്പാക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞു കൊടുക്കണല്ലോ. അതിന് മുമ്പ് അതിലേക്ക് വരാം. അതിന് മുമ്പ് പറയാനുള്ളത്, ഇങ്ങനെ ഒരു മുഹമ്മദ് പഠിപ്പിച്ചെന്ന ഒരു ദൈവത്തിന്റെ സൃഷ്ടാവിന്റെ അസ്തിത്വം സ്ഥാപിക്കാൻ മുഹമ്മദിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം, ഒന്നാമത്തെ പ്രശ്നം. കാരണം ദൈവം പ്രപഞ്ചത്തിനും ഇതിനൊക്കെ പിന്നിലുള്ള ഒരു ശക്തി, ആകാശത്തിൽ നിന്ന് മഴ വർഷിച്ചു തരുന്ന, വിത്തുകൾ മുളപ്പിക്കുന്ന, ഇടി, മഴ, കാറ്റ്, ഇതൊക്കെ പ്രവർത്തിപ്പിക്കുന്ന, ഈ യന്ത്രങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് കാലാകാലങ്ങളായിട്ട് മനുഷ്യർക്കിടയിൽ സങ്കല്പമുണ്ട്. അവരതിനെ പല പേരിട്ട് വിളിച്ചു പോകുന്നു, പലതരത്തിലുള്ള ആരാധനകൾ പല നാട്ടിൽ അവർ നടത്തിപ്പോന്നു. ആ വിളിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ആരെയാണോ അതാണ് അള്ളാഹു എന്ന് മുഹമ്മദ് ക്ലെയിം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ആ അള്ളാഹുവിന്റെ ആളാണ് താൻ എന്നതിന് വല്ല പ്രൂഫുണ്ടോ? ഒരു പ്രൂഫില്ല. ഞാൻ ഷജീറിനോട് ചോദിക്കുന്നത്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നതിന് മുഹമ്മദിന് ബോധ്യപ്പെട്ട തെളിവുകൾ, മുഹമ്മദ് എങ്ങനെയാണ് അത് ബോധ്യപ്പെട്ടത് എന്നും മുഹമ്മദ് എങ്ങനെയാണ് അത് തന്റെ കൂടെയുള്ള ആളുകളെ ബോധ്യപ്പെടുത്തിയത് എന്നും, എന്ത് തെളിവാണ് മുഹമ്മദ് അള്ളാഹിന്റെ പ്രവാചകനാണ് എന്നതിന് മുഹമ്മദിന് എന്താ തെളിവുള്ളത്? മുഹമ്മദ് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച തെളിവ് എന്താണ്? ഇനി മുഹമ്മദ് പറഞ്ഞ പ്രപഞ്ച സൃഷ്ടാവ്, മുഹമ്മദ് പഠിപ്പിച്ചു തന്ന പ്രപഞ്ച സൃഷ്ടാവിനെ നമ്മൾ പരിശോധിക്കുക. പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ച് മുഹമ്മദ് പറഞ്ഞ അബദ്ധങ്ങളാണ് ശാസ്ത്രീയമായിട്ട് തന്നെ അല്ലെങ്കിൽ യുക്തിഭദ്രമായിട്ട് തന്നെ മുഹമ്മദ് പറഞ്ഞ അള്ളാഹുവിന്റെ തെളിവില്ലായ്മ. 2-3 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, പ്രപഞ്ചങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ മുഹമ്മദ് പഠിപ്പിച്ച പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ആകാശങ്ങളും ഭൂമികളും അതിനിടയിലുള്ളത്. ഭൂമി എന്ന് പറഞ്ഞാൽ ഈ ഭൂമി, പരന്ന ഭൂമി, പർവ്വതങ്ങളെ ആണിയാക്കിയ ഭൂമി, വിരിപ്പാക്കിയ ഭൂമി. ആകാശം എന്ന് പറയുമ്പോൾ തൂണില്ലാതെ ഉയർത്തു നിർത്തിയ ഒരു പന്തൽ, അതിനിടയിൽ അലങ്കാരമായി തൂക്കിയിട്ടിട്ടുള്ള ഒന്നാം ആകാശത്തിന്റെ താഴ്ഭാഗത്ത് തൂക്കിയിട്ടിട്ടുള്ള നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങൾ ഒന്നാം ആകാശത്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇപ്പൊ കാണുന്ന എല്ലാ സൗരയൂഥങ്ങളും ഈ പറയുന്ന നമ്മൾ ഇപ്പൊ കാണുന്ന ദൃശ്യപ്രപഞ്ചമൊക്കെ ഒന്നാം ആകാശത്തിന്റെ പരിധിയിലാണ് എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു പ്രശ്നം. അങ്ങനെ ഒരു ന്യായം ഇപ്പോൾ ആധുനികമായിട്ട് ചില ഖുർആൻ ശാസ്ത്ര വിദഗ്ധർ തള്ളിക്കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ ആകാശത്തുനിന്നാണ് അള്ള മഴ വർഷിക്കുന്നത്. ഏതാകാശത്തുനിന്ന് ആകാശത്തുനിന്ന് അള്ള മഴ വർഷിക്കുന്നു. നക്ഷത്രങ്ങൾ ഒന്നാം ആകാശത്ത് നിൽക്കുന്നു. സൂര്യൻ ചെളിക്കുണ്ടിൽ പോയി അസ്തമിച്ച് അള്ളാഹുവിന്റെ അർശിന് താഴെ വിശ്രമിക്കുന്നു രാത്രികാലങ്ങളിൽ. രാവിലെ ആവുമ്പോൾ അള്ളാഹുവിനോട് അനുവാദം ചോദിക്കുന്നു, അള്ളാഹ് ഞാൻ ഒന്ന് ഉദിച്ചോട്ടെ. അങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം അള്ള പറയാണ്, ഇല്ല, ഞാൻ ഇതൊക്കെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഭൂമി ഇത്രേ ഉള്ളൂ കേട്ടോ, വലിയ ഡെക്കറേഷൻ ഒന്നും ആവശ്യമില്ല. ഇസ്ലാമിൽ എന്ത് പ്രപഞ്ചം സുഹൃത്തുക്കളെ, എന്ത് പ്രപഞ്ചം? പ്രപഞ്ചം എന്നുള്ള വാക്ക് ഖുർആനിലുണ്ടോ? എവിടുന്ന് ഈ പ്രപഞ്ചം കൊണ്ടുവരുന്നത്? ഖലഖ സമാവാതി വല്ലാറുള്ളത്, പിന്നെ അതിന്റെ ഇടയിലുള്ളതും, ആകാശവും ഭൂമിയും അതിനിടയിലുള്ളതും, ഇതാണ് ഖുർആനിലെ പ്രപഞ്ചം. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടക്ക, ഭൂമിയുടെ മുകളിൽ ഭൂമിക്ക് അലങ്കാരമായിട്ട് അള്ള സ്ഥാപിച്ച വിളക്കുകൾ, പിന്നെ ആവശ്യം വരുമ്പോൾ പിശാചിനെ പെറുക്കി എറിയാനുള്ള സൗകര്യത്തിന് വേണ്ടി തൂക്കിയിട്ടിട്ടുള്ളതാണ് ആകാശത്ത് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ. മുഹമ്മദ് നബി പഠിപ്പിച്ചെന്ന പ്രപഞ്ച പ്രതിഭാസത്തിന്റെ പ്രത്യേകതകളാണ് ഈ പറഞ്ഞത്. ഒരു അടിസ്ഥാനപരമായിട്ടുള്ള 8ാം ക്ലാസ് 10ാം ക്ലാസ് ശാസ്ത്ര വിദ്യാഭ്യാസമുള്ള ഏത് കുട്ടിക്കും മനസ്സിലാകും മുഹമ്മദ് പരിചയപ്പെടുത്തിയ പ്രപഞ്ച സൃഷ്ടാവ് എന്തായിരുന്നു, ആരായിരുന്നു എന്ന്. മുഹമ്മദ് ഇങ്ങനെ ആകാശത്തേക്കും വട്ടം കറങ്ങിയപ്പോഴും കണ്ട കാഴ്ചകൾ, അതിനു മുമ്പുള്ള കെട്ടുകഥകളിലും അവിടെ ഉണ്ടായിരുന്ന നാടോടി കഥകളിലും കേട്ടു പഠിച്ച കാര്യങ്ങൾ, അതിനപ്പുറത്തേക്ക് ഒരു വാക്കും മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല, ഖുർആനിലും ഇല്ല. കാരണം ആ മുഹമ്മദ് നബി പഠിപ്പിച്ചത് ഈ പ്രപഞ്ചത്തിന്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു വസ്തുവിനെ ആയിരുന്നുവെങ്കിൽ, അഥവാ ഏതെങ്കിലും കല്ലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, മരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, നക്ഷത്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതാണ് സൃഷ്ടാവ് എന്ന് പറഞ്ഞുകൊണ്ട്, അതാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ മോനെ നമുക്കിന്ന് ലഭിച്ചിട്ടുള്ള അറിവ് പ്രകാരം, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചുള്ള ശാസ്ത്ര അറിവ് പ്രകാരം, അഥവാ ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു അറിവുണ്ടല്ലോ, ആ അറിവ് പ്രകാരം ഈ പറയുന്ന പ്രപഞ്ചം ഉണ്ടായി വന്നതിന് ശേഷം ഉണ്ടായി വന്ന ഇത്തരത്തിലുള്ള കല്ല്, മണ്ണ്, മരങ്ങൾ, നക്ഷത്രങ്ങൾ, അതിനെയൊക്കെ ചൂണ്ടിക്കാണിച്ച് ഒരു ദൈവം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് അതിനെ ശാസ്ത്രീയമായി കൊണ്ട് തന്നെ നിഷേധിക്കാമായിരുന്നു. അല്ലെങ്കിൽ നിഷേധിക്കാം. ഇത്രയൊന്നും റിസ്ക് എടുക്കണ്ട. നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത, ശാസ്ത്രീയമായി നിഷേധിക്കാൻ കഴിയാത്ത എന്തോ ഒരു സത്യം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് സ്ഥാപിച്ചു എന്നാണോ പ്രിയ പിതാവ് പറഞ്ഞ് സമർത്ഥിക്കാൻ ഈ എക്സ് മുസ്ലിമായ മകനോട് ശ്രമിക്കുന്നത്? തെറ്റാണ്. ഈ പറയപ്പെടുന്ന ഒരു സാധനത്തിന്റെ ആവശ്യമില്ല. ഈ പറയപ്പെടുന്ന പ്രപഞ്ച സൃഷ്ടാവിനെ പരിചയപ്പെടുത്തിയ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന പ്രപഞ്ച സൃഷ്ടാവും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പും അതിന്റെ ഉൽപ്പത്തിയും അള്ളാഹു കുത്തിരിക്കുന്ന കസേരയും കാല് കയറ്റി വെക്കുന്ന കുർസും മതി. ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ കഥ കഴിയും. അതിന്റെ ചില അലാമത്തുകൾ മാത്രമാണ് ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞത്. അവിടെ വാപ്പ അതിമ കുത്തിമറിഞ്ഞത് ഒരു കാര്യമില്ല. അപ്പൊ ആകെയുള്ള തെളിവ് എന്താണ്? സൂര്യൻ ദൈവമാണെന്ന് പറഞ്ഞില്ലല്ലോ, കല്ലും മണ്ണും ദൈവമാണെന്ന് പറഞ്ഞില്ലല്ലോ. പൊന്നാരന്റെ വാപ്പേ, ഒരാളും അതിന് മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ദൈവവിശ്വാസം എന്ന് പറയുന്ന ദൈവത്തിന് പ്രതിബിംബങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതും ഏകാഗ്രതയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ബിംബത്തെ പ്രതിഷ്ഠിക്കുന്നതുമല്ല. ആ പ്രതിഷ്ഠയല്ല ദൈവം. ഇവരൊക്കെ വിചാരിക്കുന്ന അദൃശ്യനായ, സർവ്വവ്യാപിയായ, സർവശക്തനായ, ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാലാധിവർത്തിയായ ഒരു ദൈവം. ആ ദൈവം മുഹമ്മദും പരിചയപ്പെടുന്നതിന് മുമ്പേ നാട്ടുകാർക്കിടയിൽ പ്രചാരത്തിലുള്ളതാണ്, അറിവുള്ളതാണ്. എന്നാൽ ആ ദൈവത്തിന്റെ തെളിവുകളായി
മുഹമ്മദ് പറഞ്ഞതൊക്കെ ഇന്ന് അക്ബർ സാഹിബ് മുട്ടിലഴിയാണ്, താക്കിർ നായിക്ക് മുട്ടിലഴിയാണ്. നിങ്ങൾക്കറിയോ അള്ളാഹ് ആദ്യം സൃഷ്ടിച്ചത് അർഷാണ് എന്നാണ് പറയുന്നത്. എന്താ അർഷ്? നമ്മുടെ നാട്ടില് നബിന്റെ ഒളിയാണെന്നൊക്കെ പറയും, അത് വിട്ടാളി. അള്ളാഹിന്റെ അർഷാണ് അള്ളാഹ് ആദ്യം സൃഷ്ടിച്ചത്. എന്തിനാ അർഷ്? കുത്തിരിക്കാനുള്ള സിംഹാസനം. അള്ളാഹു ആദ്യം സൃഷ്ടിച്ച അർഷ് അള്ള എവിടെ വെച്ചറിയോ? വെള്ളത്തിന് മുകളിൽ. എന്നാൽ അതിന്റെ മുകളിൽ അള്ള കയറിയിരുന്നു. ഖുർആനിൽ ബിഗ് ബാങ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഉരുട്ടിപ്പറ്റി കൊണ്ടുവരുന്നവർ എന്താ പറയുക അറിയോ? ബൈബിളിന്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ആകാശവും ഭൂമിയും ഒക്കെ ജലം ഒരു വിധാനമായിരുന്നു, അതിൽ നിന്ന് ആകാശത്തെ ഉയർത്തി ഭൂമിയെ പരത്തി എന്ന് പറയുന്നില്ലേ? ഇതിന്റെ വേറൊരു സാധനം. ആദ്യം ഇതൊക്കെ വെള്ളത്തിലായിരുന്നു, ഇത് വെള്ളമായിരുന്നു. ഇസ്ലാമിലേക്ക് വരുമ്പോൾ മുഹമ്മദ് നബി പറഞ്ഞത് വരുമ്പോഴത്തേക്ക് അത് പുകയായി മാറും. പക്ഷേ ഈ പറയുന്ന മുഹമ്മദ് നബി നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു സൃഷ്ടാവ് എന്ന് പറയുന്നത് റബ്ബുൽ ആലമീനാണല്ലോ മോനെ. അഥവാ ഈ പ്രപഞ്ചത്തെ എന്നല്ല പറയുന്നത് ബഹുവചനമായിക്കൊണ്ട് പ്രപഞ്ചങ്ങളുടെ സൃഷ്ടാവ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ആ മുഹമ്മദ് നബി ഒരു ദൈവത്തെ, ഒരു സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു അത്തരത്തിലുള്ള സൃഷ്ടാവിനെ, പ്രപഞ്ചങ്ങൾക്ക് അതീതമായ, പ്രപഞ്ചങ്ങൾക്ക് അപ്പുറമുള്ള ഒരു മഹാശക്തിയെ സൃഷ്ടാവായിക്കൊണ്ട് പരിചയപ്പെടുത്തുന്ന മുഹമ്മദ് നബിയെ കളവാണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ ആ ഒരു അറിവ് തെറ്റാണെന്ന് പറയാൻ മോന്റെ കയ്യിൽ എന്ത് ശാസ്ത്ര അറിവാണുള്ളത്, എന്ത് യുക്തിപരമായ അറിവാണുള്ളത് എന്ന് നിങ്ങളുടെ മകനോട് സ്നേഹത്തോടു കൂടി ചോദിക്കുക. ഉറുമ്പിനെ കൊല്ലാൻ ഒലക്ക വേണ്ടെന്ന് പറയില്ലേ? എന്നതുപോലെയാണ് മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ പ്രപഞ്ച സൃഷ്ടാവിനെ നിരാകരിക്കാൻ ഒരുപാട് ശാസ്ത്രീയമായ കണ്ടെത്തലുകളും സിദ്ധാന്തങ്ങളും ആവശ്യമില്ല. ആ പരിചയപ്പെടുത്തി തന്ന പ്രപഞ്ച സൃഷ്ടാവിനെ നേരാൻ വണ്ണം ഒന്ന് ദേഹപരിശോധന നടത്തിയാൽ മതി. ആ ദൈവത്തിന് മുഹമ്മദ് നബി എന്ന് പറയുന്ന 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര മനുഷ്യൻ ഉണ്ടായിരുന്ന സകല വിവരക്കേടുകളും ആ ദൈവത്തിന്റെ മുകളിൽ പച്ചകുത്തിയിട്ടുണ്ട്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ, ആ കാലഘട്ടത്തിന്റെ പരിമിതികൾ എല്ലാം മുഹമ്മദ് നബി പറഞ്ഞെന്ന ദൈവത്തിലുണ്ടാവും. ഇന്ന് നമ്മളെ നാട്ടിലുള്ള മനുഷ്യർ ദൈവം എന്ന് വിചാരിക്കുമ്പോൾ, ദൈവം എന്ന് സങ്കല്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ക്വാളിറ്റികളൊന്നും ആ ദൈവത്തിന് കാണൂല. ദൈവത്തിന് ദേഷ്യം വരും. മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ ദൈവത്തിന് ഓൽക്കൊക്കെ ആൺകുട്ടികളും എനിക്ക് പെൺകുട്ടികളും. ദൈവം കെറുവിക്കും. ദൈവം യുദ്ധത്തിനിറങ്ങിയ ആളുകളുടെ തലവെട്ടാൻ കൂടും. ആര്? പ്രപഞ്ച സൃഷ്ടാവായ ദൈവം. ബദറിൽ ശത്രുക്കൾ നിങ്ങൾ വെറുതെ മിന്നിന്നുള്ളൂ, തലയൊക്കെ വെട്ടിയിട്ടത് ഞാനാണ് എന്ന് പറയുന്ന ദൈവം. ശപിക്കുന്ന ദൈവം, പ്രാകുന്ന ദൈവം, തെറി വിളിക്കുന്ന ദൈവം. നിങ്ങൾ ഇസ്ലാമിലെ അള്ള പഠിപ്പിച്ച മീൻസ് മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഉണ്ടല്ലോ, ആ ദൈവത്തിന്റെ സംസ്കാരം ഖുർആനിലുണ്ടല്ലോ. മുഹമ്മദ് നബീനെ ആരെങ്കിലും തെറി വിളിച്ചാല് അല്ലെങ്കിൽ ചീത്ത വിളിച്ചാല് അതേ ചീത്ത തിരിച്ചു വിളിക്കുന്ന ദൈവം, അതാണ് ദൈവം. ആ ദൈവത്തിനെ പരിശോധിക്കാൻ ഇനി ശാസ്ത്രീയമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ നടത്തണം എന്നാണ് നമ്മൾ പറയുന്നത്. ദൈവം എന്ന ഒരു സങ്കല്പത്തിന് തന്നെ അപമാനമാണ് ഖുർആനിലുള്ള അള്ളാഹു. നിങ്ങൾ ഇന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല വാപ്പേ, സംഗതി അതാണ്. ഇസ്ലാമിലെ ദൈവം എന്തുകൊണ്ട് ദൈവം എന്ന ആ പദത്തിന് അർഹനാണ് എന്ന് നിങ്ങൾ പറഞ്ഞുതരി. എന്നിട്ട് ഈ മുഹമ്മദ് നബി പക്ഷം ഈ ദൈവം ഇങ്ങനെ ഒരു കിതാബ് കൊടുത്തയച്ചിട്ടുണ്ട് എന്നതിന് തെളിവ് തരൂ. ഈ മുഹമ്മദ് നബി പറഞ്ഞയച്ച ആളാണ് മുഹമ്മദ് നബി എന്ന് മുഹമ്മദ് നബി എങ്ങനെയാണ് കൺഫേം ചെയ്തത്? തെളിവ് തരൂ. ഖദീജ എങ്ങനെയാണ് തീരുമാനിച്ചത്? നാട്ടുകാർ എങ്ങനെയാണ് ഉറപ്പിച്ചത്? തെളിവ് വേണ്ടേ? അതുകൊണ്ട് ഇതിന് വലിയ ഗവേഷണം നടത്തുന്ന കാര്യമില്ല. നമ്മൾ പറയില്ലേ, ഈ അരി നന്നോന്നറിയാൻ അല്ലെങ്കിൽ വെന്തോന്നറിയാൻ കലം മൊത്തം പരിശോധിക്കണ്ട, ഇന്നൊരു വറ്റെടുത്ത് പരിശോധിച്ചാൽ മതി. അപ്പോൾ എന്തായാലും കുറച്ച് സമയം നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഇരിക്കും എന്ന് വിചാരിക്കുന്നു. ഷജീർ പറഞ്ഞ് വെച്ച കാര്യങ്ങളിൽ ഷജീറിന് എന്തുകൊണ്ടാണ് ഞാൻ മറുപടി പറയാതിരുന്നതെന്ന് ഞാൻ പറയാം. കാരണം ഷജീറിന്റെ ആ ഒരു വീഡിയോ എനിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഷജീർ ചെയ്ത വീഡിയോയിൽ ഷജീറിന് തന്നെ കുരുക്കാവുന്ന കുറേ സാധനങ്ങൾ അതിനകത്തുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഷജീറിന് ഞാൻ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത മറുപടിയാണ് ഇപ്പം ആ 1 മണിക്കൂറിലധികം വരുന്ന വീഡിയോയിൽ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഞാൻ കട്ട് ചെയ്ത് ഒരു 7-8 മിനിറ്റ് നിങ്ങളെ ആദ്യം കാണിച്ചത് ഈ വീഡിയോ തുടക്കത്തിൽ അത് കാണുന്ന ആളുകൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആവശ്യമെങ്കിൽ നമ്മൾ ഇതിനിടയിൽ കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് മറുപടി പറയാനുള്ളത് പറഞ്ഞിട്ട് പോകുക. അറിയില്ലെങ്കിൽ അറിയില്ല എന്നെങ്കിലും ഞാൻ പറയും. ആ കാര്യത്തിൽ ഷജീർ വിഷമിക്കരുത്. എനിക്കറിയാത്ത കാര്യമാണ്, എനിക്ക് അറിയില്ല എന്ന് പറയും. അതിനൊരു ബുദ്ധിമുട്ടും ഇല്ല. അതുകൊണ്ട് ഷജീർ ചോദിച്ച കാര്യങ്ങൾക്ക് എൻ്റെ അറിവിൽ, എൻ്റെ ബോധ്യത്തിൽ നിന്നുള്ള മറുപടി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്കിലും മറുപടി കിട്ടിയില്ല, മറുപടി തന്നില്ല, മറുപടി തരാൻ കഴിയില്ല എന്ന ഷജീറിന്റെ ആത്മവിശ്വാസത്തിന്, അദ്ദേഹത്തിന്റെ നിരന്തരമായ ആവശ്യത്തിന് വഴങ്ങിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ മറുപടി വീഡിയോയ്ക്കുള്ള മറുപടിക്ക് ഒരു മറുപടി പ്രത്യേകമായിട്ട് തരുന്നത്. വാസ്തവത്തിൽ അത് അർഹിക്കുന്നില്ല, പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ നിരന്തരമായ ആവശ്യം, അദ്ദേഹം അത് കാത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുക. അപ്പോൾ തുടങ്ങിയാലോ? എല്ലാവരും റെഡിയല്ലേ? എക്സ് മുസ്ലിം ആയിട്ടുള്ള ഒരാളോട് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചു നോക്കൂ. 2 ഗുണം എന്ന തലക്കെട്ടിൽ ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി നൽകിക്കൊണ്ട് ലിയാഖത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തോട് ആദ്യമേ ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ ആ ചോദ്യത്തിന് മറുപടി നൽകാൻ താങ്കൾ മാറ്റിവെച്ച സമയത്തിന് ഞാൻ താങ്കളോട് നന്ദി പറയുന്നു. ഞാൻ ആ വീഡിയോയിൽ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഒരു പിതാവ് തന്റെ എക്സ് മുസ്ലിമായ മകനോട് ചോദിക്കുന്ന രീതിയിലാണ് ഞാൻ ആ വീഡിയോയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മറുപടി നൽകുന്ന സമയത്ത് ലിയാഖത്തിൽ ഒരു മകനായിക്കൊണ്ടും ഷജീറിനെ പിതാവാക്കിക്കൊണ്ടും ഒരു മകനായിട്ടുള്ള ലിയാഖത്തിൽ പിതാവായ ഷജീറിനോട് നൽകുന്ന മറുപടി എന്ന രീതിയിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതൊരു അവതരണത്തിലെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിക്കൊണ്ട് തന്നെ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം എൻ്റെ മറുപടി കണ്ടിട്ടുണ്ട്. മറുപടി ചെയ്തതിൽ അദ്ദേഹത്തിന് എന്നോട് നന്ദിയുണ്ട്. അവതരണം വളരെ രസകരമായിരുന്നു, വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അഭിനന്ദനങ്ങൾക്ക് നന്ദി. ഇനി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന് മറുപടി കിട്ടിയില്ല എന്നൊരു പരാതി അദ്ദേഹത്തിനുണ്ട്. അതുകൂടി നോക്കാം. ഞാനും അത്രയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു അവതരണത്തിന്റെ വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനും ഒരു പിതാവ് മകൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി തിരിച്ചുകൊണ്ട് ഞാൻ ആ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചത്. എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഈ പറയുന്ന പിതാവും മകനും നമുക്ക് മാറ്റിവെക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വീണ്ടും അത് എടുത്തു കഴിഞ്ഞാൽ അതൊരു പരിഹാസ്യകരമായി മാറും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ചോദ്യങ്ങളും ഇനിയുള്ള മറുപടിയൊക്കെ ഷജീറും ലിയാഖത്തിലും തമ്മിലാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങൾ അങ്ങനെ ഒരു ആശയത്തിൽ വീഡിയോ ചെയ്തതുകൊണ്ടാണ് ആശയത്തിൽ മറുപടി പറഞ്ഞത്. നിങ്ങൾ അത് ശരിയാണ്. നമ്മളൊരു ഭംഗിക്ക് വേണ്ടി, ഒരു കൗതുകത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ആവർത്തനമായാൽ അത് വിരസതയാവും, അത് ബോറാവും, അത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലിൻ്റെ ഇതിലേക്ക് വരും. അതുകൊണ്ട് ഞാനും അത് ആഗ്രഹിക്കുന്നില്ല. താങ്കളുടെ അഭിപ്രായത്തോട് 100%
യോജിക്കുന്നു. നമ്മൾ ഷജീർ പുളിക്കൽ എന്ന് പറയുന്ന വ്യക്തിയോട് ലിയാഖത്ത് അലി മറുപടി പറയുകയാണ്, നിങ്ങളും അങ്ങനെ തന്നെ സംസാരിക്കാം. ഞാൻ ഒരു കാര്യം പറയാം. അതായത് നമ്മൾ നിരവധിയായിട്ടുള്ള ഇസ്ലാം മത വിമർശകർ അല്ലെങ്കിൽ വിമർശനം നടത്തുന്ന ആളുകൾ, അവർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് ഒരുപാട് ആളുകൾ വരാറുണ്ട്. വളരെ അപൂർവമായിട്ടുള്ള ആളുകളാണ് ഷജീർ ഉപയോഗിക്കുന്ന അത്രയും മാന്യമായ ഭാഷയെങ്കിലും ഉപയോഗിച്ചിട്ട് സംസാരിക്കുന്നവർ. വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തി അവരുടെ എന്താ പറയുക, അവരുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്ത് അങ്ങനെയൊക്കെയുള്ള വളരെ പരിഹാസ്യമായിട്ടുള്ള മറുപടിയായിട്ടാണ് വലിയ വലിയ മുന്തിയ പണ്ഡിതന്മാരൊക്കെ സാധാരണഗതിയിൽ വരാറുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഷജീർ പുളിക്കൽ അദ്ദേഹം പറയുന്ന വാദങ്ങൾ എന്തായാലും, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്തായാലും, അദ്ദേഹം പറയുന്നതിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായാലും, അല്ലെങ്കിൽ നമ്മൾ മറുപടി പറഞ്ഞിട്ടും അദ്ദേഹം മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് അദ്ദേഹം വളരെ മാന്യമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒരു സംവാദത്തിന്റെ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് അത് പറയുന്നു എന്നത് പ്രത്യേകമായിട്ട് അഭിനന്ദനം അർഹിക്കുന്നു. ആ അഭിനന്ദനം കൂടിയും അറിയിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് നമ്മളുടെ വീഡിയോയിലുള്ള വിയോജന കുറിപ്പുകൾ, അദ്ദേഹം വിയോജിപ്പായിട്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്, അതിലേക്ക് പോകാം. 1 മണിക്കൂറിലധികം എടുത്തുള്ള നിങ്ങളുടെ ആ പ്രസന്റേഷൻ രണ്ട് പ്രാവശ്യം ഞാൻ കണ്ടു. അതിൽ ഒരിടത്ത് പോലും നിങ്ങൾ അതിലേക്ക് വരാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ച സബ്ജക്റ്റിലേക്ക് ഒരിടത്ത് പോലും വരുന്നത് കാണുന്നില്ല. എൻ്റെ ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയുന്നത് കാണുന്നില്ല. അങ്ങനെ മറുപടി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ 1 മണിക്കൂർ വീഡിയോയിൽ എത്രാമത്തെ മിനിറ്റിലാണ് എൻ്റെ ആ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ളത് എന്നത് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. ഓക്കെ, ആ അഭ്യർത്ഥന തീർച്ചയായിട്ടും മാനിക്കുന്നു. അദ്ദേഹം 1.5 മണിക്കൂറിലധികം, മീൻസ് 1 മണിക്കൂറിലധികം ഉണ്ടായിരുന്ന ആ വീഡിയോ, കാരണം അത് ലൈവാണ്. അപ്പോൾ അതിന്റെ തുടക്കം, അതിന്റെ അവസാനം നമ്മൾ കമന്റ് സെക്ഷനിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെയുള്ള ഉണ്ടാവും. പിന്നെ സ്വാഭാവികമായിട്ടും ലൈവിന് അതിൻ്റെതായിട്ടുള്ള ഒരു ലാഗ് ഉണ്ടാവും, ചെറിയ എന്താ പറയുക, വേസ്റ്റ് ആയി പോകുന്ന സമയങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതൊരു വലിയ വീഡിയോ തന്നെയായിരുന്നു. പക്ഷെ ഷജീറിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്, ഷജീർ 12 മിനിറ്റ് 14 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ ആവർത്തനമോ അല്ലെങ്കിൽ ഒട്ടും പ്രസക്തമല്ലാത്തതോ ആയിട്ടുള്ള ഭാഗങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ താങ്കളുടെ വാദഗതികൾ കൃത്യമായിട്ട് നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾക്ക് മറുപടി പറഞ്ഞ് ക്രമാനുഗതമായിട്ട് നിങ്ങളുടെ വീഡിയോ പിന്തുടർന്ന് മറുപടി പറയുന്ന രീതിയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അത് ആരുമായിട്ട് ഉള്ള വീഡിയോ റിയാക്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ എവിടെന്നെങ്കിലും ഒരു 5 സെക്കൻഡ് അടർത്തി എടുത്തിട്ട് അത് മാത്രം കാണിച്ച് അങ്ങനെയുള്ള പരിപാടിയല്ല. നിങ്ങൾ പറയുന്ന ആശയം കൃത്യമായ ആളുകളെ കേൾപ്പിച്ച് അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയുക എന്ന രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും റിയാക്ഷൻ വീഡിയോസ് ഇവിടെ ചെയ്യുമ്പോൾ ലൈവിൽ ഇത് കൂടുതലായിരിക്കും, ലെങ്ത് കൂടുതലായിരിക്കും. അത് നിങ്ങൾ ക്ഷമിക്കുക. ഇനി ഇദ്ദേഹത്തിന്റെ സൗകര്യത്തിന് വേണ്ടി ഇദ്ദേഹത്തിന്റെ സൗകര്യത്തിനല്ല, പൊതുവിൽ നമ്മൾ ലൈവ് വീഡിയോകൾ അതിൻ്റെ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കുറച്ച് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളത് റീഅപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ റീഅപ്ലോഡ് ചെയ്ത ഈ വീഡിയോ 44 മിനിറ്റുള്ള വീഡിയോ ഇതേ ചാനലിൽ ഇതേ ടൈറ്റിലിൽ അതേ തംബ്നെയിലിൽ കിടക്കുന്നുണ്ട്. ഷജീറും ഞാനും തംബ്നെയിലുള്ള രീതിയിൽ ഇതേ ടൈറ്റിലിൽ കിടക്കുന്നുണ്ട്. ഇതേ ടൈറ്റിൽ മീൻസ് അന്ന് നമ്മൾ ലൈവ് ചെയ്ത അതേ ടൈറ്റിൽ കിടക്കുന്നുണ്ട്. ആ വീഡിയോ ഷജീർ എടുത്തിട്ട് അതിന്റെ 24ാമത്തെ മിനിറ്റ് മുതൽ ഒരു 10 മിനിറ്റ് മുന്നിലോട്ട് കേട്ട് കഴിഞ്ഞാൽ ഷജീറിന് ആ വിഷയത്തിൽ കൃത്യമായിട്ട് മറുപടി പറയാന്ന് പറഞ്ഞാൽ മാറ്റി വെക്കില്ല. കൃത്യമായി ആ മാറ്റി വെക്കാം എന്ന് പറഞ്ഞ് 1-2 മിനിറ്റിലെ ഒരു ചെറിയ കാര്യം പറഞ്ഞ് അതിലേക്ക് കൃത്യമായി വരുന്നുണ്ട്. ആ മറുപടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി കേട്ടിട്ടില്ലെങ്കിൽ ഷജീറിന്, അതേപോലെ ഷജീറിനെ പോലെ ആ മറുപടി കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ അത് ഒരിക്കൽ കൂടി എൻ്റെ സൈഡിൽ തന്നെ പ്ലേ ചെയ്യും. ഇനി മുഹമ്മദ് പറഞ്ഞ പ്രപഞ്ച സൃഷ്ടാവ്, മുഹമ്മദ് പഠിപ്പിച്ചു തന്ന പ്രപഞ്ച സൃഷ്ടാവിനെ നമ്മൾ പരിശോധിക്കുക. പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ച് മുഹമ്മദ് പറഞ്ഞ അബദ്ധങ്ങളാണ് ശാസ്ത്രീയമായിട്ട് തന്നെ അല്ലെങ്കിൽ യുക്തിഭദ്രമായിട്ട് തന്നെ മുഹമ്മദ് പറഞ്ഞ അള്ളാഹുവിന്റെ തെളിവില്ലായ്മ. 2-3 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, പ്രപഞ്ചങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ മുഹമ്മദ് പഠിപ്പിച്ച പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ആകാശങ്ങളും ഭൂമികളും അതിനിടയിലുള്ളത്. ഭൂമി എന്ന് പറഞ്ഞാൽ ഈ ഭൂമി, പരന്ന ഭൂമി, പർവ്വതങ്ങളെ ആണിയാക്കിയ ഭൂമി, വിരിപ്പാക്കിയ ഭൂമി. ആകാശം എന്ന് പറയുമ്പോൾ തൂണില്ലാതെ ഉയർത്തു നിർത്തിയ ഒരു പന്തൽ, അതിനിടയിൽ അലങ്കാരമായി തൂക്കിയിട്ടിട്ടുള്ള ഒന്നാം ആകാശത്തിന്റെ താഴ്ഭാഗത്ത് തൂക്കിയിട്ടിട്ടുള്ള നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങൾ ഒന്നാം ആകാശത്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇപ്പൊ കാണുന്ന എല്ലാ സൗരയൂഥങ്ങളും ഈ പറയുന്ന നമ്മൾ ഇപ്പൊ കാണുന്ന ദൃശ്യപ്രപഞ്ചമൊക്കെ ഒന്നാം ആകാശത്തിന്റെ പരിധിയിലാണ് എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു പ്രശ്നം. അങ്ങനെ ഒരു ന്യായം ഇപ്പോൾ ആധുനികമായിട്ട് ചില ഖുർആൻ ശാസ്ത്ര വിദഗ്ധർ തള്ളിക്കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ആകാശത്തുനിന്നാണ് അള്ള മഴ വർഷിക്കുന്നത്. ഏതാകാശത്തുനിന്ന് അള്ള മഴ വർഷിക്കുന്നു. നക്ഷത്രങ്ങൾ ഒന്നാം ആകാശത്ത് നിൽക്കുന്നു. സൂര്യൻ ചെളിക്കുണ്ടിൽ പോയി അസ്തമിച്ച് അള്ളാഹുവിന്റെ അർശിന്റെ താഴെ വിശ്രമിക്കുന്നു രാത്രികാലങ്ങളിൽ. രാവിലെ ആകുമ്പോൾ അള്ളാഹുവിനോട് അനുവാദം ചോദിക്കുന്നു, അള്ളാഹ് ഞാൻ ഒന്ന് ഉദിച്ചോട്ടെ. അങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം അള്ള പറയാണ്, ഇല്ല, ഞാൻ ഇതൊക്കെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഭൂമി ഇത്രേ ഉള്ളൂ കേട്ടോ, വലിയ ഡെക്കറേഷൻ ഒന്നും ആവശ്യമില്ല. ഇസ്ലാമിൽ എന്ത് പ്രപഞ്ചം സുഹൃത്തുക്കളെ, എന്ത് പ്രപഞ്ചം? പ്രപഞ്ചം എന്നുള്ള വാക്ക് ഖുർആനിലുണ്ടോ? എവിടുന്ന് ഈ പ്രപഞ്ചം കൊണ്ടുവരുന്നത്? ഖലഖ സമാവാതി വല്ലാറുള്ളത്, പിന്നെ അതിന്റെ ഇടയിലുള്ളതും ആകാശവും ഭൂമിയും അതിനിടയിലുള്ളതും. ഇതാണ് ഖുർആനിലെ പ്രപഞ്ചം. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടക്ക, ഭൂമിയുടെ മുകളിൽ ഭൂമിക്ക് അലങ്കാരമായിട്ട് അള്ള സ്ഥാപിച്ച വിളക്കുകൾ, പിന്നെ ആവശ്യം വരുമ്പോൾ പിശാചിനെ പെറുക്കി എറിയാനുള്ള സൗകര്യത്തിന് വേണ്ടി തൂക്കിയിട്ടിട്ടുള്ളതാണ് ആകാശത്ത് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ. മുഹമ്മദ് നബി പഠിപ്പിച്ചെന്ന പ്രപഞ്ച പ്രതിഭാസത്തിന്റെ പ്രത്യേകതകളാണ് ഈ പറഞ്ഞത്. ഒരു അടിസ്ഥാനപരമായിട്ടുള്ള 8ാം ക്ലാസ് 10ാം ക്ലാസ് ശാസ്ത്ര വിദ്യാഭ്യാസമുള്ള ഏത് കുട്ടിക്കും മനസ്സിലാകും മുഹമ്മദ് പരിചയപ്പെടുത്തിയ പ്രപഞ്ച സൃഷ്ടാവ് എന്തായിരുന്നു, ആരായിരുന്നു എന്ന്. മുഹമ്മദ് ഇങ്ങനെ ആകാശത്തേക്കും വട്ടം കറങ്ങിയപ്പോഴും കണ്ട കാഴ്ചകൾ, അതിനു മുമ്പുള്ള കെട്ടുകഥകളിലും അവിടെ ഉണ്ടായിരുന്ന നാടോടി കഥകളിലും കേട്ട് പഠിച്ച കാര്യങ്ങൾ,
അതിനപ്പുറത്തേക്ക് ഒരു വാക്കും മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല, ഖുർആനിലും ഇല്ല. അപ്പൊ മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള മറുപടി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഷജീർ ഉദ്ദേശിച്ചത് മുഹമ്മദ് നബി പറഞ്ഞതോ പറയാത്തതോ എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യാതെ ഈ കണ്ട പ്രപഞ്ചത്തിനും അണ്ടകടാഹങ്ങൾക്കും ഈ കാണുന്ന എല്ലാത്തിനും പുറകിൽ ഒരു അത്ഭുത ശക്തി അല്ലെങ്കിൽ ഒരു ശക്തി, ഒരു അമാനുഷിക ശക്തി, ഒരു ദൈവം എന്ന് വിളിക്കാവുന്ന ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്, ഒരു സൃഷ്ടാവുണ്ട് എന്ന ഒരു വിശ്വാസത്തിൽ ഊന്നിയിട്ടാണ് ഷജീർ ആ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഓർക്കുക, അവിടെ അള്ളാഹുവോ മുഹമ്മദോ പ്രസക്തമല്ല. ആ രീതിയിലാണ് ഷജീർ ചോദിക്കുന്നതെങ്കിൽ അതിനുള്ള മറുപടി നമ്മൾ ഈ വീഡിയോയിൽ തരാം. ഷജീർ അന്ന് ചോദിച്ചത് മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ പ്രപഞ്ച സൃഷ്ടാവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതിനുള്ള കൃത്യമായ മറുപടി തന്നിട്ടുണ്ട്. ഇനി അള്ളാഹുവിന് മുഹമ്മദിനെയും ഇസ്ലാമിനെയും ഖുർആാനിനെയും മാറ്റി വെച്ചിട്ടുള്ള ഒരു പ്രപഞ്ച സൃഷ്ടാവിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യണതിനെ കുറിച്ചാണോ ചോദിക്കുന്നതെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് ഷജീർ ഇപ്പം ലൈവിലുണ്ട്, അത് പറഞ്ഞാൽ നമുക്ക് അതിലേക്ക് വരാം. അതിനുള്ള മറുപടിയാണ് നമ്മൾ ഇന്ന് പറയാൻ ശ്രമിക്കുന്നത്. മറ്റത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ മുഹമ്മദിനെ പരിചയപ്പെടുത്തിയ പ്രപഞ്ച സൃഷ്ടാവ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രപഞ്ച സൃഷ്ടാവ് ഉണ്ടാവാൻ തരമില്ല. ഇനി ഉള്ളത് മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ പ്രപഞ്ച സൃഷ്ടാവിന്റെ പ്രശ്നങ്ങളും അത് നിരാകരിക്കാനുള്ള യുക്തിഭദ്രമായ മറുപടിയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. എനിക്കറിയാമായിരുന്നു എന്റെ ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ഈ ചോദ്യം ഒരു പിതാവ് തന്റെ മകനോട് ചോദിക്കുമ്പോൾ ഒരു എക്സ് മുസ്ലിമായ മകൻ എന്തായിരിക്കും മറുപടി പറയുക എന്നതും എനിക്കറിയാമായിരുന്നു. അത് ഞാൻ എന്റെ ആദ്യ വീഡിയോയിൽ തന്നെ ഞാനത് പറഞ്ഞു വെക്കുകയും ചെയ്തതാണ്. നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ മകൻ ഒരു പക്ഷേ ഉത്തരം പറയുക, ഉപ്പാദ കണ്ടില്ലേ ഖുർആനിൽ അള്ളാഹു ഇങ്ങനെ ഇടപെടുന്നു, യുദ്ധരംഗത്ത് ഇടപെടുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ സിഫത്തുകളെ പറ്റിയിട്ടായിരിക്കും ആ മകൻ നിങ്ങളോട് തിരിച്ച് മറുപടി നൽകുക. എന്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ആ പറഞ്ഞു വെച്ചതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ആ 1 മണിക്കൂർ പ്രഭാഷണത്തിൽ ഒരിടത്ത് പോലും എന്റെ ആ ചോദ്യത്തിലേക്ക് ഇദ്ദേഹം സ്പർശിക്കുന്നില്ല. മറിച്ച് ഞാൻ പറഞ്ഞു വെച്ചതുപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫത്തുകളിലേക്കാണ്, ഗുണഗണങ്ങളിലേക്കാണ്, അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ആ ദൈവിക കാഴ്ചപ്പാടിന്റെ ഗുണവിശേഷങ്ങളിലേക്കാണ് ഇദ്ദേഹം പോകുന്നത്. അസ്തിത്വത്തിലേക്കല്ല ഇദ്ദേഹം പോകുന്നത്. ഞാൻ ചോദിച്ചത് അത്തരമൊരു അസ്തിത്വത്തെ പരിചയപ്പെടുത്തുമ്പോൾ അതിനെ നിരാകരിക്കാനുള്ള എന്ത് യുക്തിപരമായ, എന്ത് ശാസ്ത്രപരമായ അറിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് നിങ്ങൾ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. ഓക്കെ, മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി പുതുതായിട്ട് പരിചയപ്പെടുത്തിയ ഒരു പ്രപഞ്ച സൃഷ്ടാവില്ല. അതാണ് അതിന്റെ കാര്യം. മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ സൃഷ്ടാവ് അല്ലെങ്കിൽ മുഹമ്മദ് നബി പ്രപഞ്ച സൃഷ്ടാവിൻ്റെതായിട്ട് പറഞ്ഞ കാര്യങ്ങൾ പ്രപഞ്ച സൃഷ്ടാവിനെ വിശദീകരിക്കാൻ വേണ്ടി, ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തന്റെ പ്രവാചകത്വം ആരിൽ നിന്നാണോ ആ വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് വെച്ച് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മുഹമ്മദ് നബി മുൻപോട്ട് വെച്ച ദൈവസങ്കല്പത്തെ പരിശോധിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ മുഹമ്മദ് നബി ഒരു ദൈവസങ്കല്പത്തെ കുറിച്ച് പറയുന്നു, അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു, അള്ളാഹു ആരാണ്, എന്താണ്, എങ്ങനെയാണ്, എന്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കണം, എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പം അതിന് കാരണമായിട്ട് മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങളാണ്. അള്ളാഹുവിനെ പരിശോധിക്കാനുള്ള ഏകമാർഗം മുഹമ്മദ് നബി പറഞ്ഞതാണ്, ഖുർആനിലുള്ളതാണ്, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് ഖുർആനിലൂടെ മീൻസ് മുഹമ്മദ് നബി പറയുന്നു. ഇതിനെ വെച്ച് മാത്രമാണ് നമ്മൾ പരിശോധിക്കാൻ പറ്റുക. നമ്മുടെ മുന്നിലുള്ളത് മുഹമ്മദും ഖുർആനുമാണ്, മുഹമ്മദ് പറഞ്ഞതും ഖുർആനിലുള്ളതും. നമ്മുടെ മുമ്പിലുള്ള ഒരു വസ്തുത വെച്ചിട്ടല്ലേ നമുക്കൊരു കാര്യത്തെ അനലൈസ് ചെയ്യാൻ പറ്റുക. ഇനി അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദ് നബീനെയും മാറ്റി നിർത്തി ഖുർആനെയും മാറ്റി നിർത്തിയിട്ടാണെങ്കിൽ അവിടത്തേക്ക് നമുക്ക് പോകാം. മുഹമ്മദ് നബിയും ഖുർആനും മുന്നോട്ട് വെക്കുന്ന പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ആ പ്രപഞ്ച സൃഷ്ടാവിന്റെ സിഫത്തുകളല്ല, ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞതൊന്നും സിഫത്തുകളല്ലല്ലോ, പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളാണ്. ആരാണ് പ്രപഞ്ച സൃഷ്ടാവ്, എന്താണ് പ്രപഞ്ച സൃഷ്ടാവ് എന്നതിന് മുഹമ്മദ് നബി കൊടുത്ത മനസ്സിലാവാത്തത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞ ഒരു സാധ്യത മാത്രമാണ് ഇനി ബാക്കിയുള്ളൂ. എന്ത്, അള്ളാഹുവിനെയും മുഹമ്മദിനെയും മാറ്റി വെച്ചിട്ട് ഈ പ്രപഞ്ചത്തിന് കുറെ കാലങ്ങളായിട്ട് മനുഷ്യർ വിചാരിക്കുന്നത് പോലത്തെ ഒരു സൃഷ്ടാവുണ്ട് എന്ന ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ടുള്ള പ്രപഞ്ച സൃഷ്ടാവിനെ നിരാകരിക്കലിനെ കുറിച്ചാണോ ചോദിക്കുന്നതെങ്കിൽ അതിലേക്ക് നമ്മൾ വരും ചെയ്യും. പക്ഷേ ഈ പറയുന്ന മുഹമ്മദ് നബി നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു സൃഷ്ടാവ് എന്ന് പറയുന്നത് റബ്ബുൽ ആലമീനാണല്ലോ മോനെ. അഥവാ ഈ പ്രപഞ്ചത്തെ എന്നല്ല പറയുന്നത് ബഹുവചനമായിക്കൊണ്ട് പ്രപഞ്ചങ്ങളുടെ സൃഷ്ടാവ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ആ മുഹമ്മദ് നബി ഒരു ദൈവത്തെ, ഒരു സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു അത്തരത്തിലുള്ള സൃഷ്ടാവിനെ, പ്രപഞ്ചങ്ങൾക്ക് അതീതമായ, പ്രപഞ്ചങ്ങൾക്കപ്പുറമുള്ള ഒരു മഹാശക്തിയെ സൃഷ്ടാവായിക്കൊണ്ട് പരിചയപ്പെടുത്തുന്ന മുഹമ്മദ് നബിയെ കളവാണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ ആ ഒരു അറിവ് തെറ്റാണെന്ന് പറയാൻ മോന്റെ കയ്യിൽ എന്ത് ശാസ്ത്ര അറിവാണുള്ളത്, എന്ത് യുക്തിപരമായ അറിവാണുള്ളത് എന്ന് നിങ്ങളുടെ മകനോട് സ്നേഹത്തോടു കൂടി ചോദിക്കുക. നോക്കൂ, മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ പ്രപഞ്ച സൃഷ്ടാവ് അതിനെ നിരാകരിക്കാനും മുഹമ്മദ് നബി പറഞ്ഞത് കളവാണ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി താൻ പ്രവാചകനാണെന്നും ആ പ്രവാചകത്വത്തിലൂടെ തനിക്ക് ലഭിച്ച ഗ്രന്ഥമാണ് ഖുർആൻ എന്നും അതിന് തെളിവായിട്ട് മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങളും അതൊക്കെ കളവാണ് എന്ന് പറയാൻ നമ്മുടെ അടുത്തുള്ള തെളിവ് എന്താണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. കൃത്യമായിട്ടുള്ള ചോദ്യം. കൃത്യമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി കേട്ടോ. മുഹമ്മദ് നബിയെ കളവാണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ ആ ഒരു അറിവ് തെറ്റാണെന്ന് പറയാൻ മോന്റെ കയ്യിൽ എന്ത് ശാസ്ത്ര അറിവാണുള്ളത്, എന്ത് യുക്തിപരമായ അറിവാണുള്ളത് എന്ന് നിങ്ങളുടെ മകനോട് സ്നേഹത്തോടു കൂടി ചോദിക്കുക. ഉറുമ്പിനെ കൊല്ലാൻ ഒലക്ക വേണ്ടെന്ന് പറയില്ലേ എന്നതുപോലെയാണ് മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ പ്രപഞ്ച സൃഷ്ടാവിനെ നിരാകരിക്കാൻ ഒരുപാട് ശാസ്ത്രീയമായ കണ്ടെത്തലുകളും സിദ്ധാന്തങ്ങളും ആവശ്യമില്ല. ആ പരിചയപ്പെടുത്തി തന്ന പ്രപഞ്ച സൃഷ്ടാവിനെ നേരാൻ വണ്ണം
ഒന്ന് ദേഹപരിശോധന നടത്തിയാൽ മതി. ആ ദൈവത്തിന് മുഹമ്മദ് നബി എന്ന് പറയുന്ന 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര മനുഷ്യൻ ഉണ്ടായിരുന്ന സകല വിവരക്കേടുകളും ആ ദൈവത്തിന്റെ മുകളിൽ പച്ചകുത്തിയിട്ടുണ്ട്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ, ആ കാലഘട്ടത്തിന്റെ പരിമിതികൾ എല്ലാം മുഹമ്മദ് നബി പറഞ്ഞെന്ന ദൈവത്തിലുണ്ടാവും. ഇന്ന് നമ്മളെ നാട്ടിലുള്ള മനുഷ്യർ ദൈവം എന്ന് വിചാരിക്കുമ്പോൾ, ദൈവം എന്ന് സങ്കല്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ക്വാളിറ്റികളൊന്നും ആ ദൈവത്തിന് കാണൂല. ദൈവത്തിന് ദേഷ്യം വരും. മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ ദൈവത്തിന് ഓൽക്കൊക്കെ ആൺകുട്ടികളും എനിക്ക് പെൺകുട്ടികളും. ദൈവം കെറുവിക്കും. ദൈവം യുദ്ധത്തിനിറങ്ങിയ ആളുകളുടെ തലവെട്ടാൻ കൂടും. ആര്? പ്രപഞ്ച സൃഷ്ടാവായ ദൈവം. ബദറിൽ ശത്രുക്കൾ നിങ്ങൾ വെറുതെ മിന്നിന്നുള്ളൂ, തലയൊക്കെ വെട്ടിയിട്ടത് ഞാനാണ് എന്ന് പറയുന്ന ദൈവം, ശപിക്കുന്ന ദൈവം, പ്രാകുന്ന ദൈവം, തെറി വിളിക്കുന്ന ദൈവം. നിങ്ങൾ ഇസ്ലാമിലെ അള്ള പഠിപ്പിച്ച മീൻസ് മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഉണ്ടല്ലോ, ആ ദൈവത്തിന്റെ സംസ്കാരം ഖുർആനിലുണ്ടല്ലോ. മുഹമ്മദ് നബീനെ ആരെങ്കിലും തെറി വിളിച്ചാല് അല്ലെങ്കിൽ ചീത്ത വിളിച്ചാല് അതേ ചീത്ത തിരിച്ചു വിളിക്കുന്ന ദൈവം, അതാണ് ദൈവം. ആ ദൈവത്തിനെ പരിശോധിക്കാൻ ഇനി ശാസ്ത്രീയമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ നടത്തണം എന്നാണ് നമ്മൾ പറയുന്നത്. ദൈവം എന്ന ഒരു സങ്കല്പത്തിന് തന്നെ അപമാനമാണ് ഖുർആനിലുള്ള അള്ളാഹു. നിങ്ങൾ ഇന്നോട് ദേഷ്യം തോന്നിട്ട് കാര്യമില്ല വാപ്പേ, സംഗതി അതാണ്. ഇസ്ലാമിലെ ദൈവം എന്തുകൊണ്ട് ദൈവം എന്ന ആ പദത്തിന് അർഹനാണ് എന്ന് നിങ്ങൾ പറഞ്ഞത്. എന്നിട്ട് ഈ മുഹമ്മദ് നബി പക്ഷം ഈ ദൈവം ഇങ്ങനെ ഒരു കിതാബ് കൊടുത്തയച്ചിട്ടുണ്ട് എന്നതിന് തെളിവ് തരൂ. ഈ മുഹമ്മദ് നബി പറഞ്ഞയച്ച ആളാണ് മുഹമ്മദ് നബി എന്ന് മുഹമ്മദ് നബി എങ്ങനെയാണ് കൺഫേം ചെയ്തത്? തെളിവ് തരൂ. ഖദീജ എങ്ങനെയാണ് തീരുമാനിച്ചത്? നാട്ടുകാർ എങ്ങനെയാണ് ഉറപ്പിച്ചത്? തെളിവ് വേണ്ടേ? അതുകൊണ്ട് ഇതിന് വലിയ ഗവേഷണം നടത്തുന്ന കാര്യമില്ല. നമ്മൾ പറയില്ലേ, ഈ അരി നന്നോന്നറിയാൻ അല്ലെങ്കിൽ വെന്തോന്നറിയാൻ കലം മൊത്തം പരിശോധിക്കണ്ട, ഇന്നൊരു വച്ചെടുത്ത് പരിശോധിച്ചാൽ മതി. കൃത്യമായിട്ട് ആ മറുപടി പറഞ്ഞു. ഇതിനകത്ത് ദൈവത്തിൻ്റെതായിട്ടുള്ള ചില സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചും ദൈവത്തിന്റെ ചില പെരുമാറ്റ രീതികളെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. രണ്ടും രണ്ട് സ്ഥലത്താണ്, രണ്ട് കാര്യത്തിന് മറുപടി ആയിട്ടാണ് ഷജീർ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഇവിടെ മറുപടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൽ എവിടെയാണ് മറുപടി ലഭിക്കാതെ പോയത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനിയും ഷജീറിന് മനസ്സിലാവാത്ത ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ അള്ളാഹുവിനെ മാറ്റിവെച്ച ഈ മറുപടിയിൽ തന്നെ ഷജീർ ആ പ്രശ്നം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് പ്രശ്നം മുന്നോട്ട് വെക്കുക പറഞ്ഞാൽ ഷജീറിന്റെ മനസ്സിലുള്ള പ്രശ്നം പുറത്തു വരുന്നുണ്ട്. അതായത് അള്ളാഹുവിനെയും മുഹമ്മദിനെയും ഖുർആാനിനെയും കൈവിട്ട് അതിനും മുൻപ് അന്നാട്ടിലുണ്ടായിരുന്ന ദൈവസങ്കല്പത്തെ നിരാകരിക്കാൻ നമ്മുടെ അടുത്ത് തെളിവുണ്ടോ എന്നാണ് ഷജീർ ചോദിക്കുന്നതെങ്കിൽ, അള്ളാഹു എന്ന ദൈവത്തെ തന്നെ എടുത്താലും അള്ളാഹു എന്ന ദൈവം മുഹമ്മദിന് മുൻപേ ഉള്ള ദൈവമാണ്. മുഹമ്മദ് നബി ജനിക്കുന്ന സമയത്ത് അറബ് നാട്ടിൽ പ്രചാരത്തിലുള്ള ദൈവമാണ്. അവർ ആരാധിച്ചിരുന്ന ദൈവമാണ്, അവർ വിശ്വസിച്ചിരുന്ന ദൈവമാണ്. ആ ദൈവം മുഹമ്മദിന് മുമ്പേ ഉള്ള ദൈവം, ആ ദൈവത്തിന്റെ അസ്തിത്വം എങ്ങനെ ശാസ്ത്രീയമായി നിരാകരിക്കും എന്നാണെങ്കിൽ അതിനുള്ള മറുപടി പറയാം. അതായിരിക്കാം ഷജീർ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള മറുപടി എൻ്റെ വീഡിയോയിൽ ഇല്ലായിരുന്നു എന്നാണ് ഒരുപക്ഷെ ഷജീർ പരിഭവിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നും ഈ കാര്യത്തിനുള്ള മറുപടിയും കൂടി നമ്മൾ ഇന്ന് പറയും. പ്രവാചകൻ പരിചയപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ദൈവിക കാഴ്ചപ്പാടിന്റെ സിഫത്തുകൾ ചർച്ച ചെയ്യുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. തീർച്ചയായിട്ടും ഞാൻ ആ സിഫത്തുകളിലേക്ക് വരുന്നതായിരിക്കും. ഞാൻ എൻ്റെ ആദ്യ വീഡിയോയിൽ തന്നെ ഞാനത് പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് വരുമെന്ന് പ്രോമിസ് ചെയ്യാൻ തരുന്നുണ്ട്. പക്ഷേ നമുക്ക് അടിത്തറയിൽ നിന്നും പോകണമല്ലോ. നമ്മൾ വിഷയങ്ങൾ പഠിച്ചു പോവുകയാണ്. അതിന്റെ ബേസിൽ നിന്ന് വേണം നമ്മൾ പഠിച്ചു പോകാനായിട്ട്. യെസ്. അപ്പൊ നമ്മൾ ഷജീർ ഇപ്പൊ പോയിന്റിലേക്ക് എത്തി. നമ്മൾ ബേസിൽ നിന്ന് പഠിച്ചു പോകണം. ഷജീർ അങ്ങോട്ടാണ് വരുന്നത്. അതായത് ആദ്യം ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിലൊരു ധാരണയിലെത്തണം. അതാണ് ആവശ്യം. അങ്ങനെ ഈ പ്രപഞ്ചം തനിയെ ഉണ്ടായതാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല എന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തിന്റെ സാധ്യതകളെ തള്ളിക്കളയുന്നുണ്ടോ എന്നതാണ് ചോദ്യമെങ്കിൽ അങ്ങനെ അങ്ങ് ചോദിക്കാം. അപ്പൊ അതിന് മറുപടി ഉണ്ട്. എന്റെ മറുപടി ഞാൻ പറയും. അതിന് പകരം നിങ്ങൾ ചോദിച്ചത് അത്രയും മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ചും ഇസ്ലാമിന്റെ ഗ്രന്ഥമായ ഖുർആനിലൂടെ മുഹമ്മദ് വിശദീകരിച്ച ദൈവികതയെക്കുറിച്ചും ആ ദൈവത്തിന്റെ നിയമങ്ങളെക്കുറിച്ചുമാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ആ കിതാബിലും ഈ പ്രവാചകന്റെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കും. എന്നിട്ട് അതിനും മുൻപ്, മുഹമ്മദിനും മുൻപ് നാട്ടിൽ പ്രചാരത്തിലുള്ള ദൈവവിശ്വാസ സങ്കല്പത്തിലെ ഏറ്റവും മികച്ചത് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ദൈവികമായ ഒരു സങ്കല്പത്തെക്കുറിച്ച് നമ്മൾ ഇതൊന്ന് താരതമ്യം ചെയ്ത് നോക്കും. ഷജീർ ഇസ്ലാമിന്റെ മുകളിൽ ഇസ്ലാം, മുഹമ്മദ്, ഖുർആൻ, അള്ളാഹു ഇതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടാവിലേക്ക് പോകുന്നത്. ഇതുണ്ട്, ഇതാണ് പ്രപഞ്ച സൃഷ്ടാവ് ഉണ്ട് എന്നതിലേക്ക് ഷജീറിനെ നയിക്കുന്ന, അല്ലെങ്കിൽ ഷജീറിന്റെ കയ്യിലുള്ള തെളിവ് എന്ന് പറയുന്നത് ഖുർആനും മുഹമ്മദ് നബിയാണ്. അള്ളാഹു ആണ് പ്രപഞ്ച സൃഷ്ടാവ് ഉണ്ട് എന്നതിന്റെ തെളിവ് ഷജീറിന്റെ കയ്യിലുള്ളത് മുഹമ്മദ് നബിയും ഖുർആനുമാണ്. അത് കയ്യിൽ പിടിച്ചുകൊണ്ട് അതിൽ ഊന്നി നിന്നുകൊണ്ട് ഷജീർ എന്നെ നിർബന്ധിക്കുകയാണ്. ഇതിന് പിന്നിൽ ഒരു ശക്തി ഉണ്ടോ ഇല്ലേ, അതിനെ നിഷേധിക്കുന്നുണ്ടോ? അതിനെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് എന്താണ്? ഇതാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, ഇനി ഇതല്ല ഷജീർ ഉദ്ദേശിച്ചെങ്കിൽ അത് പറയും. അവിടെ പ്രശ്നം ഷജീർ ഈ പറഞ്ഞ കാര്യത്തിന് അത് എതിരാണ്. കാരണം ഷജീർ പറയുന്നത് ആദ്യം നമ്മൾ അടിസ്ഥാനത്തിൽ നിന്ന് തുടങ്ങണം. അടിസ്ഥാനം എന്താ? പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടോ ഇല്ലേ. ഓക്കെ, പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടോ ഇല്ലേ എന്ന ചോദ്യം, അതിനുള്ള ഉത്തരം ഷജീറിന് ഒരു ഉത്തരവും എനിക്കൊരു ഉത്തരവും ആണെങ്കിൽ പിന്നെ നമ്മൾ സംസാരിക്കേണ്ടത് ഷജീറിന്റെ കയ്യിലുള്ള തെളിവുകളെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഷജീറിന്റെ ഉത്തരത്തിലേക്ക് ഞാൻ എത്തണം എങ്കിൽ എനിക്ക് അവലംബിക്കാവുന്നത്, ഷജീറിന് എന്നോട് പരിചയപ്പെടുത്താവുന്നത്, ഷജീറിന് എനിക്ക് പറഞ്ഞു തരാവുന്നത് ഷജീറിന്റെ കയ്യിലുള്ള തെളിവുകളാണ്. അത് ഖുർആനും മുഹമ്മദ് നബിയാണ്. ഇപ്പൊ ഒരാൾ ദൈവവിശ്വാസി ആയിരിക്കേണ്ടതിന്റെ തെളിവുകൾ, ദൈവമുണ്ട് എന്നതിന് ഷജീറിന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന തെളിവ് എന്താണ്? ഖുർആനും ഹദീസും മുഹമ്മദ് നബിയുടെ അധ്യാപനവും അല്ലേ. അതല്ലാതെ വേറെ എന്തെങ്കിലും ശാസ്ത്രീയമായ തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ തരൂ, നമുക്കത് പരിശോധിക്കാം. അപ്പൊ ഇത് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഷജീറിന് കുറച്ചുകൂടി ക്ലാരിറ്റി വരും. കാരണം ഷജീർ ഈ മറുപടിയിൽ
അതിൽ ചില സൂചനകൾ തന്നിട്ടുണ്ട്. ഞാൻ ദൈവവിശ്വാസി അല്ലാതിരിക്കുന്നതിന്, അല്ലെങ്കിൽ ഞാൻ ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ അംഗീകരിക്കാതിരിക്കുന്നതിനും ഷജീർ ഇസ്ലാമിനെ അംഗീകരിക്കുന്നതിനും ഒരേ കാരണമാണ്. നമ്മൾ പൊതുവായ ഒരു കാരണമാണ് ദൈവവിശ്വാസിയായിരിക്കാനും അല്ലെങ്കിൽ മതവിശ്വാസിയായിരിക്കാനും മതവിശ്വാസത്തിൽ നിന്ന് പുറത്തു കടക്കാനും ഹേതുവായിട്ടുള്ളത്. നമുക്ക് രണ്ടാൾക്കും പൊതുവായിട്ടുള്ള ഒരു കാരണമുണ്ട്. ആ കാരണത്തിലേക്ക് ഷജീർ അവസാനം പറഞ്ഞു. ഇപ്പോൾ പ്രവാചകൻ പരിചയപ്പെടുത്തിയ ദൈവിക കാഴ്ചപ്പാടിന്റെ അസ്തിത്വവും അതിന്റെ ഗുണഗണങ്ങളും അതിന്റെ സിഫത്തുകളും രണ്ടായി ചർച്ച ചെയ്യാമെന്ന് ഞാൻ പറയാനുള്ള കാരണം, ഇപ്പോൾ പ്രവാചകൻ പരിചയപ്പെടുത്തിയ ഒരു ദൈവിക കാഴ്ചപ്പാടിന്റെ സിഫത്തുകൾ, അതിന്റെ ഗുണഗണങ്ങൾ ലിയാക്കത്തിലേക്ക് ഓക്കെ ആയിട്ടുള്ള ഗുണഗണങ്ങളാണ് എന്ന് വിചാരിക്കുക. അഥവാ ലിയാക്കത്തിൽ വിചാരിക്കുന്ന ദൈവം എന്ന് പറയുന്നത് ദേഷ്യപ്പെടാൻ പാടില്ല, അതുപോലെ തന്നെ മനുഷ്യരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതൊക്കെയാണല്ലോ ലിയാക്കത്തിൽ സ്വപ്നം കാണുന്ന ഒരു ദൈവിക കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ഗുണഗണങ്ങൾ എന്ന് പറയുന്നത്. അതേ ഗുണഗണങ്ങളുള്ള ഒരു ദൈവത്തെയാണ് ഇനിയിപ്പോൾ മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയത് എങ്കിൽ അതുകൊണ്ട് മാത്രം നമുക്ക് ആ ദൈവത്തെ അംഗീകരിക്കാൻ കഴിയില്ല. ആ ദൈവത്തിന്റെ അസ്തിത്വം കൂടി നമുക്ക് ബോധ്യപ്പെടണം. എന്താണ് ഈ അസ്തിത്വം? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഷജീർ പറഞ്ഞത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇപ്പോ ഒന്നാമത്, ഇതേതെങ്കിലും ഒരു ദൈവം ഇന്ന ഗുണങ്ങളുള്ള ഒരു ദൈവമാണെങ്കിൽ എനിക്ക് അംഗീകരിക്കായിരുന്നു എന്ന് പറഞ്ഞ ഒരു ദൈവത്തെ കാത്ത് കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. അതേ സമയത്ത് ആ പറഞ്ഞത് പൊതുവിൽ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസികളുടെ സങ്കല്പമാണ്. വിശ്വാസികൾ ദൈവത്തെ കാണുന്നത് സർവശക്തനായ, കാരുണ്യമുള്ള, പ്രശ്നങ്ങൾക്ക് ആലംബമാവുന്ന, ഒരു മനുഷ്യന്റെ പ്രയാസങ്ങളിൽ അവനെ സഹായിക്കുന്ന, ദുരിതങ്ങളിൽ രക്ഷപ്പെടുത്തുന്ന അങ്ങനെയുള്ള ഒരു ദൈവത്തെക്കുറിച്ചാണ്. അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് തൻ്റെ ഒരു മനുഷ്യൻ എന്ന തൻ്റെ സൃഷ്ടിയിൽ അവർക്കിടയിലെങ്കിലും തുല്യതയും നീതിയും കാത്തു സൂക്ഷിക്കുന്ന ആ രീതിയിൽ സൃഷ്ടികളെ പരിഗണിക്കുന്ന ഒരു ദൈവം. ഇത് ദൈവവിശ്വാസികളുടെ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ്, എൻ്റെ സങ്കല്പമല്ല. ഞാൻ പറഞ്ഞത് ദൈവവിശ്വാസികളുടെ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം വെച്ച് പരിശോധിച്ചാൽ പോലും ഖുർആനിലെ അള്ളാഹു ദൈവികമായ ഒരു യോഗ്യതയും ഇല്ലാത്ത ആളാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് എൻ്റെ ആഗ്രഹമായിട്ടൊന്നും എടുക്കേണ്ടതില്ല. ഇനി അത്തരം ഗുണഗണങ്ങളൊക്കെ ഉള്ള ആളാണ് ഇസ്ലാമിലെ ദൈവം എന്ന് വിചാരിക്കുക. ആ ദൈവം ഇവിടെ ഉണ്ടായിക്കോട്ടെ, ആ ദൈവത്തിന് എതിർക്കാൻ ഞാൻ വരൂല. അതിന്റെ പ്രശ്നം എന്താ? അങ്ങനെ ഒരു ദൈവം ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ ഇസ്ലാമിലുള്ള ഖുർആനിലുള്ള ദൈവത്തിന്റെ ഗുണങ്ങളില്ലാത്ത, എങ്ങും കാരുണ്യവും സ്നേഹവുമായിട്ട് നിലകൊള്ളുന്ന ഒരു ദൈവം, ഇതിനെയൊക്കെ പ്രപഞ്ചങ്ങളെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന വളരെ കാരുണ്യവാനായ ഒരു ദൈവം ഉണ്ട് വിചാരിക്കുക. ആർക്കെന്ത് ഛേദം? നമ്മൾ എന്തിനാ ഇതിനെ എതിർക്കുന്നത്? പക്ഷെ എനിക്കങ്ങനെ ബോധ്യപ്പെട്ടിട്ടില്ല. എനിക്കും ഷജീറിനും പറ്റിയത് ഒരേ പ്രശ്നമാണ്. കാരണം നമ്മൾ ഈ ദൈവം, മതം എന്നൊക്കെ ഉണ്ടാകുന്ന എവിടുന്ന? നമ്മൾ മദ്രസ വിട്ടു, വീട്ടിൽ നിന്ന് പറഞ്ഞു തന്നു, മദ്രസയിൽ നിന്ന് കുത്തിക്കയറ്റി. അവിടെ നമ്മൾ ഒരു ദൈവത്തെ കണ്ടിട്ടുള്ളൂ, അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ച സാധനം. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ആണ്. അപ്പൊ അള്ളാഹ് അല്ലാത്ത ഒന്നും ദൈവം അല്ലാതെ ആദ്യം നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞു. പിന്നെ ആകെ ബാക്കി ഉണ്ടായിരുന്ന അള്ളയാണ്. അള്ളാഹിനെ കുറിച്ച് നമ്മൾ ഖുർആനിലും ഹദീസിലും പിന്നെ മുഹമ്മദ് നബിന്റെ ജീവിതത്തിലും പഠിച്ചു വരുമ്പോൾ അള്ളയും പോയി. ഇത്ര സംഭവിച്ചുള്ളൂ. അള്ളാഹു അല്ലാത്ത എല്ലാ ദൈവസങ്കല്പങ്ങളെയും മദ്രസയിൽ നിന്ന് നമ്മൾ തലേന്ന് ഒഴിവാക്കി തന്നു. അള്ളാഹിനെ നമ്മൾ സ്വന്തം നിലക്ക് ഒഴിവാക്കി. ഇത്ര വ്യത്യാസമുള്ളൂ. അത് ഷജീർ ആ മദ്രസയിൽ നിന്ന് കിട്ടിയ ദൈവത്തെ കയ്യിൽ പിടിക്കുന്നു, പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്നു, ആ പ്രപഞ്ച സൃഷ്ടാവ് ഈ അള്ളാഹു ആണ് എന്ന് വിചാരിക്കുന്നു, അതിന് തെളിവായിട്ട് മുഹമ്മദ് നബിയെയും ഖുർആനെയും അവലംബിക്കുന്നു. ഇത്രയല്ലേ വ്യത്യാസം. അതല്ലെങ്കിൽ ഇപ്പൊ ബ്രഹ്മാവാണ് ദൈവം അല്ലെങ്കിൽ യാഹ്വയാണ് ദൈവം എന്ന് പറഞ്ഞ ഷജീർ സമ്മതിക്കുമോ? ഷജീർ സമ്മതിക്കുമോ? സമ്മതിക്കൂല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സമ്മതിക്കുമെങ്കിൽ നമ്മൾ തമ്മിൽ തർക്കമില്ല കേട്ടോ, മനസ്സിലായോ? അങ്ങനെ ഒരു പ്രശ്നം എനിക്കില്ല. ഞാൻ പറഞ്ഞത്, ഞാൻ മതമാണ് ഉപേക്ഷിച്ചത്. മതം, ദൈവം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള വാശിയോ, ദൈവം ഇല്ലേ ഇല്ല, ഉറപ്പായിട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ട് ദൈവത്തിനെ എവിടെയെങ്കിലും കണ്ട വെടിവെച്ച് കൊല്ലണമെന്ന് വിചാരിച്ച് നടക്കുന്ന ആളൊന്നുമല്ല. മനസ്സിലായി? ദൈവം ഉണ്ടാവാനേ പാടില്ല, ദൈവം ഉണ്ടായിക്കൂടാ എന്ന് വിചാരിക്കുന്ന ആളല്ല. ദൈവമുള്ളതായിട്ട് മതങ്ങൾ പരിചയപ്പെടുത്തിയ, നമ്മൾ പൊതുവിൽ കാണുന്ന കേൾക്കുന്ന ഒരു ദൈവമുള്ളതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അതാണ് എൻ്റെ സ്റ്റാൻഡ്. അത് ഷജീറിന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനിയും വിശദീകരിച്ചു തരാം. എനിക്ക് മനസ്സിലായിട്ടില്ല, മനസ്സിലാക്കി തന്നാൽ ആലോചിക്കും. എനിക്ക് ബോധ്യപ്പെട്ടാൽ എന്താ പ്രശ്നം? അതുകൊണ്ടല്ലേ നമ്മൾ ഈ കാര്യങ്ങൾ ഇപ്പോഴും സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും. അപ്പൊ ഇനി ഷജീർ പറഞ്ഞു വന്ന അടിസ്ഥാനം നോക്കണം. നമ്മൾ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ള ദൈവമാണെങ്കിൽ പോലും നമ്മൾ ദൈവവിശ്വാസി ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല എന്ന് ഷജീർ പറയുന്നു. ഇനി നേരെ തിരിച്ച് ഷജീറിനോട് പറയാം, സിഫത്തുകളൊന്നും അസ്തിത്വമുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ ഷജീറിന് തോന്നുകയാണ് ഇതിനൊരു പിന്നിലൊരു ശക്തി ഉണ്ടാവും എന്ന് ഷജീറിന് തോന്നി എന്ന് വെക്കാം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ഷജീറിന് അങ്ങനെ തോന്നുന്നു, ഷജീർ അങ്ങനെ വിശ്വസിക്കുന്നു. ഇതാണ് വ്യത്യാസം. ശരി, ഷജീർ എങ്ങനെ മുസ്ലിമായി? ഷജീർ എങ്ങനെ മുഹമ്മദിന്റെ ദൈവികത അല്ലെങ്കിൽ മുഹമ്മദിന്റെ പ്രവാചകത്വം അംഗീകരിച്ചു? ഷജീർ എന്തുകൊണ്ട് ആ ശക്തിക്ക് അള്ളാഹു എന്ന് പേര് വിളിക്കുന്നു? മലയാളിയായ ഷജീർ, ഇന്ത്യയിൽ ജീവിക്കുന്ന ഷജീർ, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന ധാരണയിലെത്തിയാൽ, ആ അസ്തിത്വം ബോധ്യപ്പെട്ടാൽ, എന്താണ് അസ്തിത്വം അത് വേറെ നമ്മൾ ചർച്ച ചെയ്യണം. അങ്ങനെ ഒരു അസ്തിത്വം ഉണ്ട്, ഒരു ദൈവമുണ്ട് എന്ന് ഷജീർ വിശ്വസിക്കുന്നു എങ്കിൽ ആ ദൈവത്തെ ഷജീർ എന്തുകൊണ്ട് അള്ളാഹു എന്ന് വിളിക്കുന്നു? ആ ദൈവത്തെ ഷജീർ എന്തുകൊണ്ട് ഖുർആനിലൂടെ വായിക്കുന്നു? ആ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് എന്തുകൊണ്ട് ഷജീർ മുഹമ്മദിനെ അംഗീകരിക്കുന്നു? അതും പ്രസക്തമല്ലേ? പ്രസക്തമാണ്. ഇനിയിപ്പോൾ മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ ആ ദൈവിക കാഴ്ചപ്പാടിന്റെ അസ്തിത്വം മാത്രം നമുക്ക് ബോധ്യപ്പെട്ടാൽ പോരാ. ആ അസ്തിത്വത്തെ യുക്തിപരമായോ അല്ലെങ്കിൽ ശാസ്ത്രപരമായോ നിരാകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ അസ്തിത്വം ഓക്കെയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് ശരിയാകില്ല. ഇനി ആ പ്രവാചകൻ മുഹമ്മദ് നബി ആ
പറയുന്ന ദൈവത്തിന്റെ പ്രവാചകനാണ് എന്നതുകൂടി നമുക്ക് ബോധ്യപ്പെടണം. അതുകൂടി ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കണം ഞാൻ വിചാരിക്കുന്നത് ആ ദൈവത്തിന്റെ സിഫത്തുകളിലേക്ക് കടക്കേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ക്ലിയർ ആയിട്ട് അപ്പൊ നമ്മൾ കൃത്യ സ്ഥലത്തെത്തി. ദൈവത്തിന്റെ അസ്തിത്വം ചെറിയ പ്രായത്തിൽ നമ്മുടെ തലയിൽ കുത്തി നിറച്ചു. ദൈവമുണ്ട്, മറ്റേ ചന്ദനത്തിരിയുടെ പരസ്യത്തിൽ പറയുന്നത് പോലെ ദൈവമുണ്ട്. എന്നിട്ട് ആ ദൈവമുണ്ടിനെ നമ്മളെ തലയിൽ ഉറപ്പിക്കാനും അതിനെ പരുവപ്പെടുത്താനും വെള്ളമുണ്ടെടുത്ത് നമ്മളെ മദ്രസയിൽ കൊണ്ടുവിട്ടു. അവിടെ ദൈവമുണ്ടിന് മുകളിൽ ഈ ദൈവത്തിന്റെ പേര്, പ്രവാചകൻ, ഗ്രന്ഥം, ഖുർആൻ, ആരാധന, വിശ്വാസ രീതികൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകന്റെയും ഖുർആൻ എന്ന് പറയുന്ന ദൈവിക ഗ്രന്ഥത്തിന്റെയും അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തി. അപ്പൊ ദൈവമുണ്ട്, എനിക്കുണ്ടായിരുന്നു ചെറിയ പ്രായത്തില്, ദൈവമുണ്ടായിരുന്നു, ദൈവമുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷെ ദൈവം എന്ന കാര്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നതിന് മുൻപ് ആ ദൈവത്തിന് അള്ളാഹു എന്ന പേര് നമ്മുടെ മനസ്സിൽ വീണിരുന്നു. അവിടെയാണ് പ്രശ്നം. ആ ദൈവത്തിന് അള്ളാഹു എന്ന് പേര് വിളിച്ചു, ആ ദൈവത്തിന് അറബി ഭാഷയിൽ പ്രാർത്ഥിച്ചു, ആ ദൈവത്തോട് ആരാധന അർപ്പിക്കുന്നത് അറബി ഭാഷയിലായിരുന്നു. ആ ദൈവത്തിന്റെ ഗ്രന്ഥമായിട്ട് നമ്മളെ പരിചയപ്പെടുത്തപ്പെട്ടത് അറബി ഗ്രന്ഥമായ ഖുർആനാണ്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കൃത്യമായിട്ട് ഇത് ഷജീറിനുമായിട്ടുള്ള വേണ്ടി മാത്രമുള്ള ലൈവാണ്. അതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ബോറടിക്കും. ഷജീറിന് കാര്യം മനസ്സിലാക്കാനാണെങ്കിൽ ഇത് കേട്ടിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷജീർ പറയുന്നത് അനുസരിച്ച് ദൈവമുണ്ട്, അതിന് മുകളിൽ നിന്ന് ഷജീർ ഇപ്പോൾ നിൽക്കുന്നത് മുഹമ്മദിന്റെ പ്രവാചകത്വവും ഖുർആനിന്റെ ദൈവികതയും കൂടി ബോധ്യപ്പെട്ടിട്ടായിരിക്കണമല്ലോ. എന്നെ സംബന്ധിച്ച് ദൈവമുണ്ട് എന്ന നിലപാടത്തിൽ നിന്ന് മദ്രസയിൽ പഠിച്ച് ആ ദൈവം നമ്മൾ പഠിച്ച അള്ളാഹു മാത്രമാണ് എന്നും അല്ലാത്തതിനെയൊക്കെ നിരാകരിച്ചു. ആ ദൈവത്തിന്റെ തെളിവായിട്ട് നമ്മൾ മുഹമ്മദ് നബിയെയും ഖുർആനിനെയും അവലംബിച്ചു, ആ ആരാധനകൾ നിർവഹിച്ചു, ആ വിശ്വാസത്തിൽ ജീവിച്ചു. അതുവരെ ഒരുമിച്ചായിരുന്നു, ഷജീറിനെ പോലെയായിരുന്നു ഞാനും. പിന്നെ എനിക്കെന്താ വ്യത്യാസം വന്നത്? ഇങ്ങനെ ഒരു ദൈവികതയ്ക്ക് തെളിവ് ഖുർആനിൽ ഇല്ല എന്ന് ആ ഖുർആനിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടു. ഇങ്ങനെയാണ്, ഇൻ കേസ് ഒരു ദൈവമുണ്ട് എങ്കിലും അത് അള്ളാഹു അല്ല എന്ന് എനിക്ക് തോന്നി. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിലേക്ക് നമ്മൾ എങ്ങനെ എത്തുന്നത്? നമ്മൾ ദൈവത്തിന്റെ ഗ്രന്ഥം വായിക്കും, ദൈവത്തിന്റെ മതനിയമങ്ങൾ വായിക്കും, മതത്തിന്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നോക്കും. ഇതിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഇത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ ഒരു ദൈവം ചെയ്യുമോ എന്ന് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരു ദൈവം പറയുമോ, ഇങ്ങനെയൊക്കെ ഒരു പ്രവാചകൻ ചെയ്യുമോ എന്നുള്ള തോന്നലുകൾ, ആ തോന്നലുകൾ ഈ ഗ്രന്ഥത്തിലുണ്ട്. ആ തോന്നൽ വരാനുള്ള സാധനങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ വിശകലനം നടത്തുമ്പോൾ, പഠനം നടത്തുമ്പോൾ മുഹമ്മദിന്റെ പ്രവാചകത്വത്തിൽ സംശയം തോന്നും. ഷജീർ പറഞ്ഞു, ദൈവത്തിന്റെ അസ്തിത്വം മാത്രം ഉണ്ട് തോന്നിയാൽ പോരാ, പ്രവാചകത്വത്തിന് കൂടി തെളിവ് വേണം. മുഹമ്മദ് നബി ഇസ്ലാമിൽ വിശ്വസിക്കണമെങ്കിൽ മുഹമ്മദിന്റെ പ്രവാചകത്വം ബോധ്യപ്പെടണമല്ലോ. കാരണം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഒഴിവാക്കിയിട്ട് മുസ്ലിമായ ഒരൊറ്റ ഒരാളെ ലോകത്തുള്ളൂ, അത് അബൂ സുഫിയാനാണ്. അത് പേടിന്റെ ഊക്കൊണ്ട് അങ്ങനെ സംഭവിച്ചു വരുന്നത്. അതല്ലാത്ത കാലത്തോളം ഇസ്ലാം ആവണോ മുസ്ലിം ആവണോ, രണ്ട് ഷഹാദത്താണുള്ളത്. മീൻസ് ഷഹാദത്ത് കലിമയുടെ രണ്ട് ഭാഗത്തിൽ ഒന്ന് മുഹമ്മദിന്റെ പ്രവാചകത്വമാണ്. ഇവിടെ വളരെ കൃത്യമാണ്. അപ്പൊ നമ്മളെ മുമ്പിൽ പരിശോധിക്കാവുന്ന, മാറ്റുരച്ച് നോക്കാവുന്ന കേവലമായിട്ടുള്ള തോന്നലുകളും ചിന്തകളും ആലോചനകളും ഭാവനകളുമാണ് ദൈവത്തിന്റെ അസ്തിത്വത്തിനാകെയുള്ള തെളിവെങ്കിൽ പ്രവാചകത്വം നമുക്ക് പരിശോധിക്കാലോ. പ്രവാചകത്വം മീൻസ് ഈ പറയപ്പെടുന്ന അവകാശവാദങ്ങൾ നമുക്ക് പരിശോധിക്കാലോ. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വസ്തുതകളും കിതാബിലുള്ളതും പരിശോധിക്കുക, തെളിവുകൾ പരിശോധിക്കുക. എളുപ്പത്തിൽ കഴിയും. ഷജീർ ഒന്ന് മനസ്സ് വെച്ചാൽ ഒറ്റ മാസം കൊണ്ട് പരിപാടി തീരും. അതാണ് എനിക്ക് പറയാനുള്ളത്. അതിനാദ്യം ചെയ്യേണ്ടത് ഷജീർ പറഞ്ഞതുപോലെ ഷജീറിന് ദൈവത്തിന്റെ അസ്തിത്വത്തിൽ ബോധ്യമുണ്ട്. അവിടെ നിൽക്കുക. എവിടെ നിൽക്കുക? ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന ചിന്തയിൽ നിൽക്കുക. എങ്കിൽ അതാരാണ് എന്ന അന്വേഷണത്തിലേക്ക് കടക്കുക. അങ്ങനെ ഒരു പുതിയതായിട്ടുള്ള അന്വേഷണത്തിന് ഷജീർ പോകുമ്പോൾ അതിന്റെ കൂടെ ഞാനുണ്ട്. അള്ളാഹു ആണ് എന്നുള്ള മുൻവിധി മാറ്റിവെക്കുക. കാരണം എനിക്ക് പൂർണ്ണമായ ബോധ്യമുള്ളതാണ്. ഇതിന് പിന്നിൽ ഒരു സൃഷ്ടാവോ ദൈവമോ ഉണ്ടെങ്കിൽ പോലും അത് അള്ളയല്ല, ആ അള്ളാഹിന്റെ പ്രവാചകനും അല്ല മുഹമ്മദ് എന്ന് കൃത്യമായിട്ട് എനിക്ക് ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് ഷജീർ ആ അന്വേഷണത്തിലേക്ക് പോവുകയാണോ, അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ തീർച്ചയായിട്ടും നമ്മൾ ഇനി സംസാരിക്കും. അതിലൊരു തർക്കമല്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ദൈവിക കാഴ്ചപ്പാട് നമ്മുടെ മുന്നിൽ വെച്ചത് കൊണ്ട് മാത്രം നമ്മൾ അതിനെ ഫോളോ ചെയ്യില്ലല്ലോ. അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അതിന്റെ മാനദണ്ഡങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത് അസ്തിത്വവുമായി ബന്ധപ്പെട്ട മാനദണ്ഡമാണ്. അത് നമ്മൾ ആദ്യം പരിശോധിക്കുക. എന്താണ് അസ്തിത്വവുമായി ബന്ധപ്പെട്ട മാനദണ്ഡം? ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു ശക്തി ഉണ്ടോ എന്ന് ആലോചിക്കുന്നു. ഉണ്ടാവാം, ഉണ്ട്. അങ്ങനെ ചില ചിന്തകൾ ഓരോ ആളുകൾക്ക് ഉണ്ടാവുന്നു. ഇതാണ് ദൈവത്തിന്റെ അസ്തിത്വം. വേറെന്താ അസ്തിത്വം? ചിലർ പറയും ഇല്ല, ചിലർ പറയും ഉണ്ടാവും, അറിയില്ല. ചിലർ പറയും ഉണ്ടാവുമായിരിക്കും, ചിലർ പറയും എനിക്കറിയില്ല, ചിലർ പറയും ഉണ്ട്, എൻ്റെ അടുത്ത് തെളിവുണ്ട്. ഈ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും. ഇതെല്ലാം സാങ്കല്പികമാണ്. ഉണ്ട്, അറിയില്ല, ഉണ്ടില്ല
എല്ലാം സങ്കല്പിക്കുക. അത് അവരുടെ ചിന്തയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അടുത്തത് എന്താ നമ്മൾ നോക്കുക? രണ്ടാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് ആ അസ്തിത്വത്തിന്റെ പ്രവാചകനാണോ മുഹമ്മദ് നബി എന്നത് പരിശോധിക്കുക. മൂന്നാമത് ആ പറയുന്ന അസ്തിത്വത്തെ മുഹമ്മദ് നബി പരിചയപ്പെടുത്തുമ്പോൾ അതിന്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്, അത് എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുക. ഇങ്ങനെയുള്ള കുറെ ഘട്ടങ്ങളിലൂടെ പോകുമ്പോഴല്ലേ നമുക്കൊരു വിഷയത്തെ പഠിച്ചു പോകാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ആ ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഇനിയും തയ്യാറാണ്. ഷജീറിനോട് വെറുതെ ഒരു വീഡിയോയിൽ പറയുന്നതല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാമല്ലോ, എന്താ പ്രശ്നം? ആ പരിശോധനയ്ക്ക് പക്ഷേ ഷജീർ തയ്യാറുണ്ടോ? എന്താണ് ആ പരിശോധന? ഒരു പരിശോധന, അതായത് ദൈവമുണ്ട് എന്ന ഒരു ചിന്തയിലാണ് ഷജീർ ഉള്ളത്. ദൈവമുണ്ട് എന്ന് വിചാരിക്കാവുന്ന, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നേരിട്ട് ഇടപെടുന്ന ഒരു ശക്തി, ഒരു ദൈവം ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ഒന്നും എന്റെ മുമ്പിൽ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് ബോധ്യമില്ല. ഇതാണ് വ്യത്യാസം. അപ്പൊ ഷജീർ അവിടെ ഉണ്ട് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് ആ ദൈവം ആരാണെന്നും എന്താണെന്നും അന്വേഷിക്കാൻ തയ്യാറുണ്ടോ? ദൈവം ഉണ്ടാകാം എന്ന് വിചാരിച്ച് ഞാൻ ഷജീറിന്റെ കൂടെ കൂടാം. പക്ഷെ ഒറ്റ കണ്ടീഷൻ ഉണ്ട്. ഷജീർ ഒന്നുകിൽ മുൻവിധികളുടെ ഈ ബാണ്ടക്കെട്ട് അയച്ചു വെക്കണം. മുഹമ്മദ് നബിയുടെ അന്ത്യപ്രവാചകത്വവും ഖുർആാനും മാറ്റിവെക്കണം. മുൻവിധികളില്ലാതെ മാറ്റിവെക്കണം. മറ്റെല്ലാ ദൈവികമായ സങ്കേതങ്ങളും അന്വേഷിക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് മുഹമ്മദിനെ കുറിച്ച് ആലോചിക്കാം, ഖുർആനെ കുറിച്ച് ആലോചിക്കാം, എന്താണ് ഗീതയോ അല്ലെങ്കിൽ ഇവിടുത്തെ വേദങ്ങളോ ബൈബിളോ തോറയോ ഒക്കെ പരിശോധിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഖുർആനെയും പരിഗണിക്കാം. അതിൽ ദൈവികതയുണ്ടോ എന്ന് പരിശോധിക്കാം. ഒരു തർക്കമില്ല. പക്ഷെ ആ അർത്ഥത്തിൽ ദൈവത്തിന്റെ അസ്തിത്വത്തിന് സാധ്യത മുൻനിർത്തിക്കൊണ്ട് ആ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ മുൻവിധികളില്ലാതെ അന്വേഷിക്കാനാണെങ്കിൽ ഷജീറിന്റെ കൂടെ ഞാനും കൂടാ. അത്രയ്ക്കല്ലേ പറയാൻ പറ്റുള്ളൂ. ഇനി അതല്ല ഷജീർ പറയുന്നത്, ഇസ്ലാമിലെ ദൈവം മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ പ്രപഞ്ച സൃഷ്ടാവ്, അതാണ് ആവർത്തിച്ച് ഷജീർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ടത് ദൈവമുണ്ട് എന്ന് സങ്കല്പിച്ച് നമ്മൾ നിൽക്കുക. എന്നിട്ട് മുഹമ്മദിന്റെ പ്രവാചകത്വത്തിന് ഒന്നാമത്തെ തെളിവ് എന്താണ്? ഞാൻ പ്രവാചകനാണ് എന്ന് മുഹമ്മദ് പറഞ്ഞതിനുള്ള തെളിവ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വൃത്തിയായി ചോദിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബിക്ക് ദൈവം പ്രവാചകത്വം കൊടുത്തു എന്ന് മുഹമ്മദ് നബിക്ക് എങ്ങനെ മനസ്സിലായത്? അത് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് മുഹമ്മദിന്റെ പ്രവാചകത്വം വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാം. ഇതൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ തെളിവ് വേണം. വെളിവൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കിയെടുക്കാം. തെളിവ് വേണം. പറയുന്നതിന് തെളിവ് വേണം, അല്ലെങ്കിൽ പറയുന്നു. അതാണ് കണ്ടീഷൻ. ആ കണ്ടീഷനിൽ ഷജീർ ദൈവത്തെ അന്വേഷിക്കൂ. ദൈവം ഉണ്ടെങ്കിലോ, എങ്ങാനും ബിരിയാണി കൊടുത്താലോ ഞാനും കൂടാം. ഒരു കുഴപ്പമില്ല. ഇപ്പൊ നമുക്കറിയാമല്ലോ, ചരിത്രത്തിൽ ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. അതുപോലെ തന്നെ ബദറിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അബൂജഹൽ, പ്രവാചകനെ വധിക്കുന്നതിന് വേണ്ടിയുള്ള ശത്രുപക്ഷത്തുള്ള അബൂജഹൽ, അദ്ദേഹവും പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട് തന്നെയാണ്. അഥവാ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു വിശ്വാസമായിരുന്നു, ആരാണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചത്, ആരാണ് ഇതിനെയൊക്കെ സംവിധാനിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ജനത പറയുമായിരുന്നു ഇതൊക്കെ അള്ളാഹുവാണ് എന്ന് പറയുമായിരുന്നു. പക്ഷേ അവർ പ്രാർത്ഥിച്ചിരുന്നത്, അവർ ആരാധന അർച്ചനകൾ നടത്തിയിരുന്നത് ഈ പറയുന്ന മക്കയിലുള്ള 300 ചില്ലാൻ വിഗ്രഹങ്ങളിലായിരുന്നു അവർ പ്രതിഷ്ഠ നടത്തിയിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എത്തും. നമ്മൾ ഇവിടെ നിൽക്കാം. അബൂജഹലും അബൂ സുഫിയാനും ഉത്തബത്തും ഷൈബത്തും എല്ലാവരും വിളിച്ച അള്ളാഹ്. മുഹമ്മദിനയുടെ വാപ്പ അബ്ദുള്ളയും അബ്ദുൽ മുത്തലിബും അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ പിതാമഹന്മാരും അദ്ദേഹത്തിന്റെ പിതൃവ്യന്മാരും ഒക്കെ വിളിച്ച, അബൂലഹബ് ഉൾപ്പെടെയുള്ളവർ വിളിച്ച അള്ളാഹ്. അതെന്തായിരുന്നു? ദൈവത്തിന്റെ നാമമാണ് എന്നാണ് ഷജീർ പറയുന്നത്. അപ്പൊ ദൈവമുണ്ട്. അതിനിടയിലാണ് പെട്ടെന്ന് ഒരാൾ കയറി വന്നിട്ട് പറയുന്നത്, ഇങ്ങോട്ട് നോക്കി, ഞാൻ പ്രവാചകനാണ്. 40 കൊല്ലം ആ മനുഷ്യർക്കിടയിൽ ജീവിച്ച ഒരാള് 3-4 മാസം മലയുടെ മുകളിൽ കയറി ഗുഹയിൽ തപസ് ചെയ്തിട്ട് ഇറങ്ങി വന്നിട്ട് പറയാണ് ഞാനാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ്. എന്താണ് തെളിവ്? അവിടെ നിന്നാണല്ലോ ഷജീർ ഇപ്പൊ പറയുന്ന മുഹമ്മദ് നബി ഉണ്ടാവുന്നത്, ഖുർആൻ എന്ന് പറയുന്ന ഇതുണ്ടാവുന്നത്, നിസ്കാരം, നോമ്പ്, ഓത്ത്, സക്കാത്ത് എല്ലാ സാധനങ്ങളും ഇതിന്റെ മുകളിൽ കെട്ടിപ്പൊക്കിയതല്ലേ. അപ്പൊ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് എന്താണ്? മുഹമ്മദിന്റെ റിസാലത്ത്, പ്രവാചകത്വം. അതിന്റെ തെളിവ് തന്നെയാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഖുർആനിന്റെ ദൈവികത, മുഹമ്മദിന്റെ പ്രവാചകത്വം. ഇതാണ് പരിശോധിക്കേണ്ടത്. നമ്മൾ അതാണ് ആദ്യം പരിശോധിക്കേണ്ട ഷജീറെ. അഥവാ ആ ജനതയോട് ചോദിക്കുകയാണ്, ആരാണ് നിങ്ങൾക്ക് മഴ തരുന്നത്, ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ജനത പറയുക അത് അള്ളാഹുവാണ് എന്നേ പറയുള്ളൂ. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ആ ഒരു ദൈവിക കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ആ നാട്ടുകാരുടെ മുന്നിൽ പുതിയ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയല്ലായിരുന്നു ചെയ്തത്. ആ നാട്ടുകാർക്ക് അല്ലെങ്കിൽ സകല ജനങ്ങൾക്കും അറിയാമായിരുന്നു, ഒരു മാനത്തുനിന്ന് വെള്ളം ഇറക്കി തരുന്ന അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ദൈവിക കാഴ്ചപ്പാട് അവർക്ക് അറിയാവുന്നതായിരുന്നു. ആ അറിവുള്ളപ്പോൾ തന്നെയാണ് അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും അതിനെ പൂജിക്കുകയും അതിനെ ആരാധിക്കുകയും ഒക്കെ ചെയ്തത്. അവിടെയാണ് മുഹമ്മദ് നബി വന്നിട്ട് പറയുന്നത്, ആ ഒരു സർവേശ്വരനായ, ആ ഒരു ഏകനായ, ആ ഒരു മഹാശക്തിയെ അല്ലാതെ നിങ്ങൾ ഈ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വിഗ്രഹത്തെ ആരാധിക്കുന്ന പരിപാടി അത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതല്ലാതെ പുതിയ ഒരു ദൈവിക കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അത് താങ്കൾ തന്നെ മറ്റൊരിടത്ത് ദൈവത്തെ പറ്റി താങ്കൾ തന്നെ പരിചയപ്പെടുത്തുന്ന സമയത്ത് താങ്കൾ തന്നെ ഇതേ കാര്യം തന്നെ പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും പറയുന്നുണ്ട്. ദൈവത്തെക്കുറിച്ച് മനുഷ്യർക്കിടയിൽ പല ചിന്തകളുണ്ട്, പല സങ്കല്പങ്ങളുണ്ട്. അവിടെ പലതരത്തിലുള്ള ആരാധനകൾ നടത്തുന്ന മനുഷ്യരുണ്ട്. അവർ പല തരത്തിലാണ് ദൈവത്തെക്കുറിച്ച് സങ്കല്പിച്ചതും വിശ്വസിച്ചതും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും ഓരോ വിശ്വാസമായിരിക്കും. ഏതുവരെ വ്യവസ്ഥാപിതമായി സംഘടിതമായ ഏതെങ്കിലും ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിർബന്ധമായി ചെറിയ പ്രായം തൊട്ട് ഒരു കുട്ടിയുടെ തലച്ചോറിനെ പരുവപ്പെടുത്താത്ത കാലത്തോളം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, അതിന്റെ പിന്നിലുള്ള ശക്തി, ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ ചിന്തകൾ മനുഷ്യരുടെ ഭാവനയിൽ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അങ്ങനെ ജീവിക്കുന്ന, ഗോത്രമായി ജീവിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് മുഹമ്മദ്, അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന അള്ളാഹു, അങ്ങനെ ജീവിക്കുന്ന ഇടയിലേക്ക് മുഹമ്മദ് വന്നിട്ട് പറയുന്നത് എന്താണ്? പ്രവാചകനാണ് എന്നാണ്. അവർ ചോദിച്ച ചോദ്യം നമ്മൾ ചോദിക്കുന്നു,
ഷജീറിന് ദൈവത്തിന്റെ അസ്തിത്വം ബോധ്യമുണ്ട്, എനിക്കത് ബോധ്യമില്ല, എങ്കിലും നമുക്ക് രണ്ടാക്കും ചോദിക്കാം, മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം അതിലൂടെ എങ്ങനെയെങ്കിലും എനിക്ക് ദൈവവിശ്വാസത്തിലേക്ക് എത്താൻ പറ്റിയാലോ? അങ്ങനെ പരിശോധിക്കാനോ? എനിക്കിതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. ഇനി മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം എനിക്ക് ബോധ്യപ്പെട്ട് മുഹമ്മദ് നബി ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങൾ, ഗ്രന്ഥത്തിന്റെ ദൈവികത, അതിന്റെ മഹത്വം, അതൊക്കെ വെച്ചിട്ട് നമുക്കെങ്ങാനും വിശ്വാസത്തിലാവിയാലോ? ഞാൻ മാത്രമല്ല, 350-400 ആളാണ് ഒരുമിച്ചത് പരിശോധിക്കാൻ തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ പ്രവാചകൻ മുന്നോട്ട് വെക്കുന്ന ദൈവിക കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ആലം, റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ, ആലം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചങ്ങൾ. ആ ഒരു പ്രപഞ്ചങ്ങളുടെ സൃഷ്ടാവായ, ഈ പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ച ആ ഒരു സൃഷ്ടാവിനെയാണ് പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത്. ഈ പ്രപഞ്ചങ്ങൾക്ക് അതീതമായ ഒരു രൂപമില്ലാത്ത, അല്ലെങ്കിൽ ഒരു പേര് പോലും, ഇപ്പൊ അള്ളാഹു എന്ന് പറയുന്നത് അറബിക് പ്രൊണൗൺസിയേഷൻ ആണ്, അത് ദൈവത്തിന്റെ പേരൊന്നുമല്ല. അപ്പോൾ ഒരു കൃത്യമായ പേരില്ലാത്ത, ഒരു അത്തരത്തിലൊരു രൂപഘടനയൊന്നും ഇല്ലാത്ത ഒരു അദൃശ്യനായ ഒരു മഹാശക്തിയാണ് പ്രവാചകൻ ഈ പറയുന്ന ദൈവിക കാഴ്ചപ്പാടായിക്കൊണ്ട് അവതരിപ്പിക്കുന്നത്. ആ ഒരു ദൈവിക കാഴ്ചപ്പാടിന്റെ അസ്തിത്വത്തെ നിരാകരിക്കാനുള്ള എന്ത് യുക്തിപരമായ, എന്ത് ശാസ്ത്ര അറിവാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നതായിരുന്നു എന്റെ ചോദ്യം. തീർച്ചയായിട്ടും ആ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് മറ്റു വിഷയത്തിലേക്ക് എങ്ങനെയാ പോകാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും പോകാൻ പറ്റും. എന്തുകൊണ്ടാണ് ഷജീറിന്റെ ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും. നോക്ക്, ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഷജീർ അള്ളാഹുവിനെ വിട്ടു പതിയെ. അള്ളാഹു എന്ന ഖുർആനികമായ, ഇസ്ലാമികമായ ദൈവസങ്കല്പങ്ങളെ, അതിന്റെ എല്ലാ തരത്തിലുള്ള കാഴ്ചപ്പാടുകളെ ഉപേക്ഷിച്ച് ഈ പ്രപഞ്ചത്തിനൊക്കെ അതീതനായ, ഈ പ്രപഞ്ചത്തിന് പിന്നിലുള്ള ഒരു ശക്തി, അതേതോ അത് അള്ളാഹു, അല്ലെങ്കിൽ അത് ദൈവം. അള്ളാഹു എന്നതുപോലും ദൈവത്തിന്റെ നാമമല്ല എന്നിടത്തേക്ക് ഷജീർ എത്തി. ഷജീർ ഏതൊരു ഉസ്താദുമാരോട് ഒന്നുകൂടി കൺസൾട്ട് ചെയ്യണം. അള്ളാഹുവിന്റെ യഥാർത്ഥ നാമം, ദൈവത്തിന്റെ യഥാർത്ഥ നാമമാണ് അള്ളാഹു. അള്ളാഹു ആണ് ദൈവത്തിന്റെ പേര്. അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. എന്നിട്ട് ഷജീർ ഇവിടെ വന്നിട്ട് അള്ളാഹു എന്ന ദൈവത്തിന്റെ നാമം പോലും അതല്ല, അത് വെറും ഒരു വിശേഷണമാണ്, അല്ലെങ്കിൽ ഒരു ഉച്ചാരണമാണ് എന്ന് പറയും. ഇതെന്തിനാ പറയുന്നത്? കാരണം ആ വീഡിയോ 1-2 തവണ കണ്ടപ്പോൾ തന്നെ ഷജീറിന് മുഹമ്മദ് നബി മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പത്തെക്കുറിച്ചുള്ള എന്റെ മറുപടി കിട്ടിയിട്ടുണ്ടെന്ന് അർത്ഥം. കാരണം മുഹമ്മദ് നബി മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മറുപടി ധാരാളമാണ്. അപ്പൊ ഷജീർ, ഞാൻ നേരത്തെ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, മുഹമ്മദിനെയും ഖുർആാനിനെയും മാറ്റിവെച്ച് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടോ, അതിനെ നിരാകരിക്കാൻ തയ്യാറുണ്ടോ എന്നാണ്. ഞാൻ അങ്ങനെ നിരീശ്വരവാദം, അല്ലെങ്കിൽ ദൈവം ഉണ്ടായിക്കൂടാ, ദൈവത്തെ എവിടെയെങ്കിലും കണ്ടാൽ അപ്പൊ തീർക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന ആളല്ല. എനിക്ക് ദൈവവിശ്വാസം ഉള്ള മനുഷ്യരോടും ഇല്ലാത്ത മനുഷ്യരോടും ഒരേ സമീപനമാണ്, ഒരേ കാഴ്ചപ്പാടാണ്. ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന് ഞാൻ എതിരല്ല. ഒരാൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഒരാൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, ചിലർ ഇല്ല എന്ന് പറയുന്നു, ചിലർക്ക് അറിയില്ല എന്ന് പറയുന്നു. ഇതെന്റെ കാര്യമല്ല, എന്റെ വിഷയമല്ല. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഇങ്ങനെ ഒരു ദൈവം ഉള്ളതായിട്ട് എനിക്കൊരു ബോധ്യമില്ല. ഇപ്പോ നിലവിൽ അങ്ങനെ ഒരു ദൈവത്തിന്റെ സാധ്യത ഞാൻ കാണുന്നില്ല. ഇനി എനിക്കത് ബോധ്യപ്പെട്ടാൽ പ്രശ്നമില്ല. അതാണ് എന്റെ കാഴ്ചപ്പാട്, അതാണ് എന്റെ നിലപാട്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഷജീർ അള്ളാഹുവിനെ ഖുർആനെ ഒഴിവാക്കിയിട്ട് ഇതിന്റെ പിന്നിലുള്ള ശക്തിയിലേക്ക് എത്തി. നല്ല കാര്യം. അങ്ങനെ ഒരു ശക്തിയിൽ നിൽക്കെ ഷജീർ നേരത്തെ പറഞ്ഞ മുഹമ്മദ് നബി കാണിച്ച പ്രപഞ്ച സൃഷ്ടാവിനെ ഒന്നുകൂടി പരിശോധിച്ച് നോക്കിയേ. അപ്പൊ സംഗതി വേഗം തിരിയും. അപ്പോൾ ഇതേ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ചെന്ന പ്രവാചകന്മാർ, ആചാര്യന്മാർ എല്ലാം ജനങ്ങളെ പഠിപ്പിച്ചത്. ഇപ്പോൾ എന്റെ ചോദ്യം ഒന്നുകൂടി ശക്തമാകുകയാണ്. ഏതെങ്കിലും ഒരു നാട്ടിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ മാത്രം പറഞ്ഞ ഒരു ആശയത്തെ പറ്റിയല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന ഈ ഒരു അറിവുണ്ടല്ലോ, ഈ ഒരു സൃഷ്ടാവിനെ പറ്റിയുള്ള, ഈ ഒരു മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഇതിന്റെ പിറകിലുള്ള ഒരു മഹാശക്തി, രൂപമെന്തെന്നോ ഘടന എന്തെന്നോ നമുക്ക് തിരിച്ചറിയാത്ത ആ ഒരു മഹാശക്തിയുടെ അസ്തിത്വത്തെ നിരാകരിക്കാനുള്ള എന്ത് ശാസ്ത്ര അറിവാണ്, എന്ത് യുക്തിപരമായ അറിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന ചോദ്യം ഒന്നുകൂടി ഇവിടെ പ്രസക്തമാകുകയാണ്. തീർച്ചയായിട്ടും ആ ചോദ്യം ഇപ്പോൾ പ്രസക്തമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന്റെ ഉത്തരം ഷജീർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കാരണം എവിടെയുള്ള ഏതോ ഒരാൾ പറയുന്നതല്ലാത്ത ഒരു ശക്തി, ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള ഒരു ശക്തി ഉണ്ട് എന്നതൊരു അറിവല്ല, അതൊരു ഭാവനയാണ്, അതൊരു വിശ്വാസമാണ്, പല ആളുകളുടെയും സങ്കല്പമാണ്. ആ വിശ്വാസത്തെയും സങ്കല്പത്തെയും മുൻനിർത്തിയിട്ട് പല മതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, പല വിശ്വാസങ്ങളും ആചാരങ്ങളും ആരാധനകളും നടക്കുന്നുണ്ട് എന്നതല്ലാതെ അത് ഒരു അസ്തിത്വമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല, അത് ഒരു തെളിവ് വെച്ച് സമർത്ഥിക്കപ്പെട്ടിട്ടില്ല. അത് സങ്കല്പമാണ്, വിശ്വാസമാണ്. ഓരോ ആളുകൾ ഓരോ തരത്തിലാണ് വിശ്വസിക്കുന്നത്. അതിന് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. അത്തരം ഒരു അസ്തിത്വത്തെ നമ്മൾ നിരാകരിക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരാൾ വിചാരിക്കുന്നു ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്നൊരാൾ വിചാരിക്കുന്നു. അതുകൊണ്ട് ആർക്കെന്ത് ഛേദം, ആർക്കെന്ത് പ്രശ്നം? നമ്മൾ എവിടെയാണ് ഇടപെടുന്നത്? ഷജീർ അതിലേക്ക് കൃത്യമായിട്ട് വരുന്നുണ്ട്. നമ്മളുടെ എവിടെയാണ് അഭിപ്രായ വ്യത്യാസം? ഇപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാത്തതാണോ ഷജീറിന്റെ പ്രശ്നം? അതിനെ ഞാൻ നിരാകരിക്കുന്നു എന്നതാണോ പ്രശ്നം? ഞാൻ അതിന്റെ സാധ്യതകൾ നിരാകരിക്കുന്നില്ല, എനിക്കിതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. ഞാൻ നിരാകരിക്കുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആളുകൾ രംഗപ്രവേശം ചെയ്യുകയും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പറഞ്ഞയച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ വരികയും ആ പ്രപഞ്ച സൃഷ്ടാവ് പറഞ്ഞയച്ചതാണ്, കൊടുത്തുവിട്ടതാണെന്ന് പറഞ്ഞിട്ട് കിതാബ് കാണിക്കുകയും അതൊക്കെ അനുസരിച്ച് എല്ലാവരും ജീവിക്കണം, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മളിവിടെ നിയമം ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ മാനുഷികമാണോ? പരിശോധിക്കും. അത് മനുഷ്യർക്ക് പൊതുവിൽ, എല്ലാ മനുഷ്യർക്കും പൊതുവിൽ ഉപകാരപ്പെടുന്നതും ഗുണപരമായതും എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്നതും എല്ലാവർക്കും
ആർക്കും ദോഷമില്ലാത്തതുമാണോ എന്ന് പരിശോധിക്കും, അല്ലാത്തതിനെ എതിർക്കും. മാനവികത, ജനാധിപത്യം, ഈ 2 കാര്യങ്ങൾ മുൻനിർത്തി, എമ്പതി, ഈ 3 കാര്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് വിശകലനങ്ങൾ അത്രയും നടക്കുന്നത്. അല്ലാതെ ദൈവം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള വാശി കൊണ്ട് ഖുർആൻ ഉപേക്ഷിച്ച ആളല്ല ഞാൻ. ഖുർആനിന്റെ കുണം കൊണ്ട് ഉപേക്ഷിച്ചാണ്. ദൈവം ഉണ്ടായിക്കൂടാ, ദൈവം ഉണ്ടാകാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഇസ്ലാം വിട്ട ആളല്ല ഞാൻ. ഇസ്ലാമിന്റെ കുണം മനസ്സിലാക്കിയിട്ട് അത് ഉപേക്ഷിച്ചാണ്. അതെനിക്ക് ഞാൻ ചിന്തിക്കുന്ന എൻ്റെ ചിന്തക്ക്, എൻ്റെ സങ്കല്പത്തിന്, മാനുഷികമായ ചിന്തകൾക്ക്, എനിക്ക് എൻ്റെ സഹജീവികളോടുള്ള കാഴ്ചപ്പാടിന്, ആ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ് ഈ മതം എന്നതുകൊണ്ട് ആ മതം ഉപേക്ഷിച്ച ആളാണ് ഞാൻ. ഷജീറിന് എന്നെ മനസ്സിലാവാത്തതാണോ ഇനി പ്രശ്നം? ഇതിൽ കൂടുതൽ സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞുതരാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ഈ കാര്യം കൃത്യമായിട്ട് ഷജീർ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷജീർ മതം വിശ്വാസിയായിരിക്കുന്നതും ഞാൻ മതം ഉപേക്ഷിക്കുന്നതും ഒറ്റ കാരണം കൊണ്ടാണ്. എന്താ കാരണം? ഷജീർ വിചാരിക്കുന്നത് ഇത് ദൈവികമാണ് എന്നതിന്റെ തെളിവായിട്ട് വിചാരിക്കുന്നത് മുഹമ്മദ് നബി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെന്നാണ്. ഞാൻ ഇസ്ലാം ഉപേക്ഷിക്കാൻ കാരണം മുഹമ്മദ് നബിയുടെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. രണ്ടും ഒന്നാണ്. അപ്പോൾ നിങ്ങൾ ആ മകനോട് പറയുക, മോനെ, നമുക്ക് ഈ പറയുന്ന മുഹമ്മദ് നബി പഠിപ്പിച്ചിരുന്ന ആ ഒരു സൃഷ്ടാവിന്റെ സിഫത്തുകളുണ്ടല്ലോ, ഗുണഗണങ്ങൾ, അതിനെപ്പറ്റി നമുക്ക് അടുത്തത് ചർച്ച ചെയ്യാൻ മോനെ, ഉടനെ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം തന്നെ ഇത്തരത്തിലുള്ള ഒരു സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിനുണ്ട് എന്നും ഈ പ്രപഞ്ചം തനിയെ ഇങ്ങനെ ഉണ്ടായതല്ല എന്നും ഈ പ്രപഞ്ചത്തിന് കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി പഠിപ്പിക്കുന്ന ഒരു സൃഷ്ടാവുണ്ടല്ലോ, ആ സൃഷ്ടാവിന്റെ അസ്തിത്വത്തെ പറ്റിയിട്ടാണ് മോനെ ഞാൻ നിന്നോട് ചോദിക്കുന്നത്. അങ്ങനെ ഒരു അസ്തിത്വം ഇല്ല എന്ന് പറയാൻ മാത്രം എന്ത് യുക്തിപരമായ അറിവാണ് മോനെ നിന്റെ കയ്യിലുള്ളത്? ഇപ്പൊ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ അവസാനം എത്തിയപ്പോഴത്തേക്ക് ഷജീർ പറഞ്ഞത് മുഹമ്മദിനെ അള്ളാനെയും ഏതോ ഒരാളെയൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പ്രപഞ്ച സൃഷ്ടാവാണ്. ആ കാര്യത്തിൽ എന്നോട് പറഞ്ഞാൽ അതിനെ നിരാകരിക്കേണ്ട കാര്യമില്ല. കാരണം അതുണ്ടെന്ന് പറഞ്ഞ് തള്ളി വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി നിരാകരിക്കേണ്ട കാര്യമില്ല. അത് ന്യൂട്രലാണ്. അത് ചിലപ്പോൾ ഉണ്ടാവാം, ഇല്ലായിരിക്കാം. നമ്മൾ അതിനെ നിഷേധിച്ച് നിരോധിച്ച് അങ്ങനെ തള്ളേണ്ട കാര്യമൊന്നുമില്ല. അതേ സമയത്ത് ഷജീർ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതായിരുന്നു നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്നത്. മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ പ്രപഞ്ച സൃഷ്ടാവ്, മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തിയ പ്രപഞ്ച സൃഷ്ടാവിനെ നിരാകരിക്കാനുള്ള ശാസ്ത്രീയവും യുക്തിഭദ്രവുമായിട്ടുള്ള തെളിവുകൾ, മറുപടികൾ ഞാൻ തരുകയും ചെയ്തു. ഇനി മുഹമ്മദ് നബിയെയും പരിഗണിക്കുന്നില്ല, ഖുർആനെയും എടുക്കുന്നില്ല, ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ശക്തി ഉണ്ടെന്നുള്ള വിശ്വാസമാണോ? അതിനെ ഞാൻ എതിർക്കുന്നില്ല. അത് ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട്, ചില ആൾക്കില്ല. എനിക്ക് ആ വിശ്വാസം ഇല്ല. ഷജീറിന് ആ വിശ്വാസമുണ്ട്, ഒരു പ്രശ്നമില്ല. ഞാൻ അതിനെ നിരാകരിക്കാനും വരുന്നില്ല. ഷജീർ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഷജീർ വിശ്വസിക്കാൻ പാടില്ല ഞാൻ പറയില്ല. കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനേക്കാളും ക്ലിയർ ആവണം. ഇനി ഇതിനേക്കാളും ക്ലിയർ ആക്കാൻ ഏറ്റവും നല്ല ആൾ ഷജീറാണ്. ഷജീർ അത് ക്ലിയർ ആക്കി തരും. ഈ ലിയാഖത്തിൽ പറയുന്ന ഒരു ഭാഗം കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചുകൊണ്ട്, അതിനോട് എനിക്ക് യോജിപ്പാണ്, അതുകൊണ്ടാണ് അത് കാണിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കും. മുഹമ്മദ് നബി നല്ല ബുദ്ധികൂർമ്മതയുള്ള, നല്ല മനക്കട്ടിയുള്ള, തൊലിക്കട്ടിയുള്ള ഒരു രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു, ഒരു നേതാവായിരുന്നു, ഒരു ഗോത്രത്തലവനായിരുന്നു, ഒരു കൊള്ളത്തലവനായിരുന്നു, ഒരു രാഷ്ട്ര തലവനായിരുന്നു, സൈന്യാധിപനായിരുന്നു, ഭരണാധികാരിയായിരുന്നു. ഒരു സംശയം. അതവിടെ പറയുന്നത് പ്രവാചകൻ ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം തന്നെ ഭരണം പിടിച്ചെടുക്കുക എന്നതായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ കൊള്ളക്കാരൻ എന്നൊക്കെ പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇടുന്നതാണ്. എന്തായാലും പ്രവാചകൻ ഒരു ഭരണാധികാരിയായിരുന്നു. ഭരണം അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യമായിരുന്നു എന്ന് ലിയാഖത്തിൽ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഷജീർ വിശ്വാസിയായിരിക്കുന്നതും ഞാൻ വിശ്വാസം അല്ലെങ്കിൽ മതം ഉപേക്ഷിക്കുന്നതും ഒറ്റ പോയിന്റിലാണ്. ഞാൻ മതം ഉപേക്ഷിച്ച ആ കാരണമാണ് ഷജീറിനെ മതത്തിൽ പിടിച്ചു നിർത്തുന്നതാണ് ഷജീർ പറയുന്നത്. ഇവിടെ കൊള്ളക്കാരൻ എന്ന് ഞാൻ വിശേഷിപ്പിച്ചതൊന്നുമല്ല. കൊള്ള ചെയ്യുന്ന ആളുകൾ, കൊള്ള മുതലുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, കൊള്ളയ്ക്ക് വേണ്ടി പുറപ്പെട്ടു പോകുന്ന ആളുകളെ ഞങ്ങളുടെ നാട്ടിൽ കൊള്ളക്കാർ എന്ന് വിളിക്കും. മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ശേഷമുള്ള 10 വർഷത്തെ ജീവിതത്തിലെ ആദ്യത്തെ 1 വർഷം മാറ്റി നിർത്തിയാൽ ബാക്കി 9 വർഷവും കൊള്ള എന്ന ഉദ്ദേശത്തിൽ തന്നെ റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട്, ആളുകളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ബദർ യുദ്ധം പോലും ഒരു കൊള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല, ചരിത്രത്തിലുള്ളതാണ്, ഖുർആനിൽ എഴുതി വെച്ചതാണ്. അതൊരു കൊള്ളശ്രമമായിരുന്നില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ആകെ പറയുന്നത് ആ മുതലുകൾ പിടിച്ചെടുക്കുക എന്നത് ഒരു യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള റെയ്ഡാണ് എന്നാണ്. അല്ലാതെ കൊള്ളയ്ക്ക് പുറപ്പെട്ടു പോയില്ല എന്ന് പറയുന്നത്. കൊള്ള മുതലുകൾ എന്ന് തന്നെയാണ് പറയുന്നത്. ആക്രമിച്ചെടുക്കുന്ന സ്വത്തുക്കൾ, ഉറങ്ങിക്കിടക്കുന്ന യുദ്ധങ്ങൾ എന്ന് പോലും പറയാൻ പറ്റാത്തതാണ് ഇസ്ലാമിൽ നടന്ന സംഘടനകളിൽ ഏറെയും. സംഘടനകളൊന്നുമില്ലാതെ സ്വമേധയാ കീഴ്പ്പെടുത്തി കൊള്ള ചെയ്ത സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ പിടിച്ചെടുത്ത് വിതരണം ചെയ്ത ചരിത്രം ഇസ്ലാമിലുണ്ട്. അപ്പൊ കൊള്ളക്കാരൻ ഞാൻ വെറുതെ കൈ നട്ടതല്ല, ഗ്രന്ഥത്തിലുള്ളതാണ്, ചരിത്രത്തിലുള്ളത്. ആ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടാവില്ല, പക്ഷെ സംഭവിച്ചതാണ്. പിന്നെ അദ്ദേഹം ഒരു രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു, സംശയമൊന്നുമില്ല. അഗ്രഗണ്യനായിരുന്നു, സംശയമില്ല. കാര്യങ്ങളെ പറഞ്ഞു ഫലിപ്പിക്കാനും ലീഡർഷിപ്പും അതിനെന്തൊക്കെ ചെയ്യണം അതൊക്കെ അറിയാവുന്ന ആളായിരുന്നു. അതിലൊന്നും സംശയമില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നതിനോട് താങ്കൾ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, അദ്ദേഹത്തിനുണ്ടായിരുന്നത് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമേ. ആ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് എത്താൻ അദ്ദേഹം ഒരു ദൈവിക സങ്കല്പത്തെ കൂട്ടുപിടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എത്ര ലളിതമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹിന്ദു രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി എങ്ങനെയാണോ സംഘപരിവാർ അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്, ഇതിന്റെ ഡിക്റ്റോ ആയിരുന്നു അന്ന് അവിടെ നടന്നത്. ഒരു വ്യത്യാസമില്ല. ഇവിടെ 33 കോടി ദൈവങ്ങളിൽ നിന്ന് ഒരു ദൈവത്തെ എടുക്കുന്നു. ഇന്നും ജയ് ശ്രീറാം എന്ന് വിളിക്കാത്തതിൽ
വിളിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വയോധികനെ കർണാടകത്തിൽ മർദ്ദിച്ചതിൻ്റെയും അദ്ദേഹത്തിനെ താടി മുറിച്ചെടുത്തതിൻ്റെയും താടി കത്തിച്ചു എന്നൊക്കെ പറയുന്ന പ്രശ്നമുണ്ട്. ഇവിടെ ശ്രീരാമനാണ്, അവിടെ അള്ളാഹു ആയിരുന്നു. ഇവിടെ അയോധ്യയാണ്, അവിടെ മക്കയിലെ കഅബയായിരുന്നു. എത്രയെത്ര തെളിവുകൾ, സമാനതകൾ. ഈ അയോധ്യ ക്ഷേത്രത്തിന്റെ കഥ ഇതേ കഥ തന്നെയാണ് കഅബയെ കുറിച്ചുള്ള ഇബ്രാഹിമിന്റെ പരമ്പര. അപ്പൊ ഇതൊക്കെ വളരെ ക്ലിയർ ആണ്. അപ്പൊ അതുകൊണ്ട് മുഹമ്മദ് മക്കയുടെ ആധിപത്യം പൂർണ്ണമായിട്ട് പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്തിൽ തുടങ്ങി. മക്ക, കഅബയുടെ ചുറ്റുമുള്ള മക്ക, അതിന്റെ അധികാരം മാത്രമായിരുന്നു ആഗ്രഹം. അതായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യത്തിലാണ് തുടക്കം. ആ ലക്ഷ്യം പൂർത്തീകരിക്കുമ്പോഴാണ് മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ ദൗത്യം പൂർത്തിയാക്കുന്നത്. അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതിന്റെ ചരിത്രം, ഇതിനെ ഒരു യുദ്ധമായിട്ടും ഒരു രാജാവ്, നിങ്ങൾ ബാഹുബലി സിനിമയായിട്ട് മുഹമ്മദ് നബിയുടെ ചരിത്രം അതിന് കുറച്ചുകൂടി മുന്നോട്ട്, ഒരു 3 തലമുറ മുന്നോട്ട് പോയിട്ട് ഇങ്ങോട്ട് വായിച്ചാൽ മതി. അവിടെ മുതൽ ക്ലിയർ ആയിട്ട് കിട്ടും. രാഷ്ട്രീയം മാത്രമാണ്. ആ രാഷ്ട്രീയത്തിന് അവിടെ അന്നാട്ടിലുണ്ടായിരുന്ന ഒരു ദൈവസങ്കല്പത്തെ കൂട്ടുപിടിക്കുന്നു. ആ ദൈവത്തിന്റെ പ്രതിനിധിയാണ്, പ്രവാചകനാണ് ഞാനെന്ന് അവകാശപ്പെടുന്നു. അതിനനുസരിച്ചാണ് ഞാൻ ഇനി പറയുന്നതൊക്കെ ദൈവം പറഞ്ഞുകൊണ്ടാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലേക്ക് പോകുന്നു. കുറെ ആളുകൾ ആ വിശ്വാസത്തിലേക്ക് വരുന്നു, കുറെ ആളുകൾ അതിന് തയ്യാറാവുന്നില്ല. അതിൻ്റെ ഇടയിൽ സംഘടനകൾ നടക്കുന്നു. വേറെ എന്താ അവിടെ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയാണല്ലോ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ. ആ ജനങ്ങളുടെ പ്രശ്നത്തിൽ പ്രവാചകൻ ഇടപെട്ടു. ആ ജനങ്ങളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട മേഖലകൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. ഒരു പൊളിറ്റിക്സ് അദ്ദേഹം കൈകാര്യം ചെയ്തു. ഒരു രാഷ്ട്ര ഭരണാധികാരി എങ്ങനെയാകണമെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. ഈ മേഖലകളൊക്കെ പ്രവാചകന്റെ ആ ഒരു പ്രവാചക ദൗത്യത്തിന്റെ ഉള്ളിൽ വരുന്നതായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന പ്രവാചകനെ പിൻപറ്റുകയും അല്ലെങ്കിൽ അത് അദ്ദേഹത്തെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നത്. അവിടെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ലോകത്തെ എല്ലാ ഭരണാധികാരികളും അവരവരുടെ രാജ്യം വെട്ടിപ്പിടിക്കാനും അല്ലെങ്കിൽ അവരവർക്ക് അധികാരം സ്ഥാപിക്കാനും നിലനിർത്താനും വ്യാപിപ്പിക്കാനും ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു സാമ്രാജ്യങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരു രാജഭരണ സംവിധാനങ്ങളൊക്കെ ഉള്ള കാലത്ത് ഈ തരം ശ്രമങ്ങൾ എല്ലാവരും നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് എങ്ങനെയാണ് അത് പ്രവാചകത്വത്തിന്റെ ഭാഗമാവുന്നത്? ആ പ്രവാചകത്വത്തിന് എന്താണ് ഷജീറിന്റെ കയ്യിൽ തെളിവുള്ളത്? അവിടെ മാത്രമാണ് പോയിന്റ് ഉള്ളൂ. അവിടെയാണ് നമ്മൾ ഡൗട്ടുള്ളൂ. മുഹമ്മദ് നബി ജനങ്ങൾക്ക് വേണ്ടി ഇടപെട്ടതല്ല. മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ജനങ്ങളെ അതിലേക്ക് ക്യാൻവാസ് ചെയ്യുകയും ചെയ്തു. നോക്കൂ, 13 കൊല്ലം മുഹമ്മദ് നബി മക്കയിൽ പ്രബോധനം നടത്തിയിട്ട് 100 ആളുകളോട് അടുപ്പിച്ചാണുണ്ടായിരുന്നത്. 200 തികയിലായിരുന്നു അംഗസംഖ്യ. 13 വർഷത്തെ പ്രബോധനം. മദീനയിലേക്ക് പോകുന്നു. അവിടെ ഉണ്ടാവുന്ന സെറ്റപ്പ് വേറെയാണ്, അവിടുത്തെ രീതി വേറെയാണ്. അവിടെ യഥാർത്ഥത്തിൽ വാളെടുത്തിട്ടുള്ള പ്രചാരണം, ഭയമായിരുന്നു പ്രധാനമായിട്ട്. ഇസ്ലാമിലേക്ക് ആളുകൾ സ്വമേധയാ വരാനും നിർബന്ധിതമായ സാഹചര്യത്തിൽ ഇസ്ലാം സ്വീകരിക്കാനും ഇസ്ലാമിന് കീഴ്പ്പെടാനും ഒക്കെ കാരണമായിട്ടുള്ളത് ബദറിലെ വിജയമാണ്. അത് ഞാൻ പറയുന്നതല്ല, ഇസ്ലാമിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചത്. ബദറിന് ശേഷം മദീനയെ ഗ്രസിച്ചത് മുഹമ്മദിനെ കുറിച്ചും മുഹമ്മദിന്റെ സംഘത്തെക്കുറിച്ചുമുള്ള ഭയമായിരുന്നു എന്ന് ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ട്. എന്തിനാ ഭയപ്പെടുന്നത്? കാരണം ഈ പറയുന്ന 1,25,000-ഓളം പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊരു ദൈവമുണ്ട് കേട്ടോ, ആ ദൈവത്തെ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ആ ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം എന്ന് പഠിപ്പിക്കുന്നതിന് മാത്രമായിക്കൊണ്ട് 1,25,000 പ്രവാചകന്മാരെ അയച്ചുവെങ്കിൽ ആ ദൈവം ഒരു വിഡ്ഢിയായ ദൈവമായിട്ട് ഞാൻ മനസ്സിലാക്കിയുള്ളൂ. ഇതൊക്കെ പറഞ്ഞ എവിടെ എത്തുന്നു? ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കുകയാണ്. ഷജീറിന്റെ വിശ്വാസം തകർക്കുകയാണ്. ഷജീർ പതിയെ വിശ്വാസത്തിൽ നിന്ന് പുറത്താണ്. ഈ ആശയങ്ങളെല്ലാം ഇസ്ലാമിന് പുറത്താണ്. അള്ളാഹുവിന്റെ ദൂതന്മാർ മുഴുവൻ വന്നത് അള്ളാഹുവിന്റെ ഏകത്വം സ്ഥാപിക്കാനും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യേണ്ടതിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കാനും മാത്രമാണ്. വേറെന്തിനാ? കേവല ദൈവത്തെ പരിചയപ്പെടുത്തുകയും ആ ദൈവത്തിന്റെ ആരാധന അർച്ചനകൾ പഠിപ്പിക്കാൻ മാത്രമായിക്കൊണ്ട് 1,25,000 പ്രവാചകന്മാർ വരിക എന്ന് പറയുന്നത് അത് എന്റെ യുക്തിക്ക് ചേർന്നതല്ല. കഥ പണ്ടേ കഴിഞ്ഞാണ് ഷജീർ ഭായ് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞ 2-3 സെന്റൻസ് ആയിട്ട് അടുത്തുള്ള പള്ളിയിലെ ഉസ്താദിനോട് പോയിട്ട് പറയാം, ഉസ്താദെ എനിക്ക് തോന്നുന്നത് ദൈവം സ്വന്തം അസ്തിത്വം സ്ഥാപിക്കാൻ വേണ്ടി ആരാധനകൾ നിർവഹിക്കാൻ ആവശ്യപ്പെടാൻ വേണ്ടിയും മാത്രമായിട്ട് ഇത്രയും പ്രവാചകന്മാരെ പറഞ്ഞയക്കും എന്നത് എൻ്റെ യുക്തിക്ക് നിരക്കുന്നതല്ല. അതൊരു വിഡ്ഢിയായ ദൈവത്തിന്റെ ലക്ഷണമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുർത്തത്തിന്റെ സർട്ടിഫിക്കറ്റ് അപ്പ സ്പോട്ടിൽ തരും. നിങ്ങൾ എന്തായി പറയുന്നത്? മുഹമ്മദ് നബിയുടെ ദൗത്യം എന്തായിരുന്നു എന്നാണ് ഇസ്ലാമിന്റെ വിശ്വാസം? തൗഹീദ് സ്ഥാപിക്കുക. പക്ഷെ ഷജീർ പറയുന്നു മുഹമ്മദ് നബി സജീവമായിട്ട് മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ടത് കൊണ്ടാണ് മുഹമ്മദ് നബിയെ പിൻപറ്റുന്നത് എന്ന്. ഞാൻ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെല്ലാം പഠിക്കുന്ന സമയത്ത് അവർ നിർവഹിച്ചു പോരുന്ന ദൗത്യം എന്ന് പറയുന്നത് ആ ഒരു സമൂഹവുമായി ബന്ധപ്പെട്ട് ആ ഒരു കാലഘട്ടവുമായി ബന്ധപ്പെട്ട നിർവഹിച്ച ദൗത്യം അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ആ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയാണ് സകല പ്രവാചകന്മാരും അഡ്രസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ദൈവത്തിനെ പരിചയപ്പെടുത്തുകയും ആ ദൈവത്തിന്റെ ആരാധന അർച്ചനകൾ മാത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഒരു പ്രവാചകന്മാരും നിയോഗിക്കപ്പെട്ടത് എന്നത് എനിക്ക് പറയാൻ സാധിക്കും. നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ആ പറച്ചിൽ കൊണ്ട് നിങ്ങൾ ഇസ്ലാമിന്റെ പുറത്തെത്താനും സാധിക്കും, അല്ലെങ്കിൽ അതിന് കാരണമാകും. പ്രവാചകന്മാർ മുഴുവൻ നിയോഗിക്കപ്പെട്ടത് തൗഹീദ് പഠിപ്പിക്കാനാണ്, തൗഹീദ് സ്ഥാപിക്കാനാണ്. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകാനാണ്. അള്ളാഹുവിനെ തന്നെ ആരാധിക്കണമെന്നും അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കണമെന്നും പ്രബോധനം നടത്താൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു അല്ലാതെ ആരാധിക്കുന്നവർ നാളെ നരകത്തിൽ കിടക്കേണ്ടി വരും എന്ന് ഓർമ്മിപ്പിക്കാനാണ്, ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാനല്ല. ഷജീർ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസത്തിൽ നിന്ന് തിരിഞ്ഞു പോയിരിക്കുന്നു.
പക്ഷെ ഷജീർ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. ഷജീർ വിശ്വസിക്കുന്നത് മുഹമ്മദ് നബി അങ്ങനെ ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് രാഷ്ട്രീയമായി നിയമങ്ങൾ ഉണ്ടാക്കി രാഷ്ട്രത്തെ സജ്ജീകരിച്ച് ജനതയെ ഒന്നിപ്പിച്ച ഒരു നേതാവായും ഒരു രാഷ്ട്ര നേതാവായും ഒക്കെ ഷജീർ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു. അത് പ്രവാചകത്തിന്റെ ഭാഗമാണ് എന്ന് ഷജീർ വിശ്വസിക്കുന്നു. അവിടെ മാത്രമേ നമുക്ക് തർക്കമുള്ളൂ. മുഹമ്മദ് നബി ആ കാലഘട്ടത്തിൽ ഇപ്പൊ 6-ാം നൂറ്റാണ്ടിലെ അന്നത്തെ സാഹചര്യം വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള ആ മതത്തിനകത്ത് വന്ന മനുഷ്യർ മുഹമ്മദിനെ അംഗീകരിച്ച് കൂടെ കൂടിയ ആളുകളെ സംബന്ധിച്ച് അത് അവരുടെ ഒരു നല്ല കാലമായിരുന്നു. അപ്പൊ അവരെ സംബന്ധിച്ച് അദ്ദേഹം ഒരു നല്ല നേതാവായിരുന്നു, സംശയമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഇന്ത്യയിലെ ഒരു വലിയ ഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ച് നരേന്ദ്രമോദി ഒരു വലിയ ലീഡറാണ്, നല്ല ലീഡറാണ്, അല്ലേ? ഷജീർ അത് അംഗീകരിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാ? സമാനമായ പ്രശ്നമാണ് അപ്പുറത്തുണ്ടായിട്ടുള്ളൂ. മുഹമ്മദിനെ അംഗീകരിക്കുകയും ഇസ്ലാമിന് കീഴ്പ്പെടുകയും ചെയ്ത മനുഷ്യരെ സംബന്ധിച്ച് മുഹമ്മദ് അവിടെ വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള ആളാണ്. അവിടെ നിയമങ്ങൾ ഉണ്ടാക്കി പരസ്പരം വിഘടിച്ച് നിന്നിരുന്ന ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച ഒരു ഒറ്റ സമൂഹമാക്കാൻ ശ്രമിച്ചു. പ്രശ്നം എന്താണ്? ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന രീതിയിലോ ഒരു സാമ്രാജ്യത്വ നേതാവ് എന്ന രീതിയിലോ മുഹമ്മദ് അഗ്രഗണ്യനാണ്, സമ്മതിച്ചു. പക്ഷെ അതിന് ദൈവികമായ പരിവേഷം നോക്കുമ്പോൾ അങ്ങനെ സംഘടിക്കുമ്പോൾ അതിന് പുറത്തുള്ളവരെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു? മുഹമ്മദിന്റെ പ്രവാചകത്വം അംഗീകരിക്കാത്തവരോട് എന്ത് സമീപനം സ്വീകരിച്ചു എന്നുള്ളതും പ്രസക്തമാണ്. അവിടെയാണ് നമ്മുടെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. അതാണ് ഞാൻ പരിശോധിക്കുന്നത്, അതാണ് എൻ്റെ കൺസേൺ. ഇസ്ലാമിന്റെ സാമൂഹ്യ രാഷ്ട്രീയ നിയമങ്ങൾ, വ്യക്തികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, മാനവികത, ജനാധിപത്യം തുടങ്ങിയിട്ടുള്ള മൂല്യങ്ങളുമായിട്ടുള്ള ഇസ്ലാമിന്റെ പൊരുത്തപ്പെടാൻ കഴിയുന്നുണ്ടോ? ആ കാലഘട്ടത്ത് ഇസ്ലാമിനൊരു പ്രസക്തി ആ കാലഘട്ടത്തിൽ ആ ജനതയ്ക്കിടയിൽ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് അതിന് കീഴ്പ്പെട്ട മനുഷ്യരെ സംബന്ധിച്ച്. മറ്റുള്ളവരെ സംബന്ധിച്ച് ഇസ്ലാം ഒരു വലിയ സംഭവമായിട്ട് വരികയും ചെയ്ത് ഭയപ്പാടോടെ കണ്ടിരുന്നു. അപ്പൊ ഇത്രയും വിശദമായിട്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഷജീർ ഇത് മൊത്തത്തിൽ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ പ്രതികരിക്കാം. എൻ്റെ പോയിന്റ് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വേണമെങ്കിൽ ഒന്നുകൂടി ആവർത്തിക്കാം. ദൈവത്തിന്റെ അസ്തിത്വം നിരാകരിക്കാനുള്ള തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ അസ്തിത്വം സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. തെളിവുണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാം. ദൈവത്തിന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടതാണ്. മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ ദൈവത്തിനെ കുറിച്ചാണ്, പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ചാണെങ്കിൽ അത് നമ്മൾ പരിശോധിക്കുകയും മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ കാര്യത്തിൽ പറയാം. തീർച്ചയായിട്ടും മുഹമ്മദ് നബിക്ക് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട്, ഒരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാട് ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ലക്ഷ്യം ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാൻ പണ്ടേ ഈ ഇസ്ലാമൊക്കെ ഉപേക്ഷിച്ച് പോകുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടത്. മുഹമ്മദ് നബിക്ക് അങ്ങനെ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു രാഷ്ട്രീയമായ കാഴ്ചപ്പാടും ലക്ഷ്യവും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മതം വിട്ടു പോകുമായിരുന്നു എന്ന് ഷജീർ പറയുന്നതിന് തന്നെ ഒരു പക്ഷേ യുദ്ധത്തിന്റെ വാക്കായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഉസ്താദുമാരോട് ചോദിക്കാം, ഞാൻ ഉസ്താദെ ഇങ്ങനെ പറഞ്ഞു പോയി, ഞാൻ മുർത്തതായിട്ടുണ്ടോ എന്ന് ഷജീറിന് വിശ്വാസമുള്ള ഉസ്താദുമാരോട് അന്വേഷിക്കാം. നമ്മൾ ഇന്നത്തെ കാലത്തെ വേറെ വേഷം കെട്ടി നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരോട് ചോദിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഈ രാഷ്ട്രീയത്തിലുള്ള താല്പര്യവും ആ ഒരു ഉത്സാഹവും അത് പ്രവാചകത്വത്തിന്റെ ഭാഗമാണ് എന്ന് പറയപ്പെടുന്നതും രാഷ്ട്രീയമാണ് എന്നെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നതിൽ മുഹമ്മദിനെ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്നതെന്നൊക്കെ പറയുന്നതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഷജീറിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ജമാഅത്തെ ഇസ്ലാമി ആശയക്കാരനുണ്ട്, അല്ലെങ്കിൽ മൗദൂദിയൻ സാഹിത്യത്തിന്റെ ഒരു 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 പ്രഭാവലയം ഷജീറിനെ ചുറ്റി നിൽക്കുന്നുണ്ട് എന്നാണ് എൻ്റെ മനസ്സിലാക്കുക. അതൊരു മറ്റൊരു വിഷയമാണ്. അതൊരു ഇസ്ലാമിക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അത് മറ്റൊരു വിഷയമാണ്. എന്തായാലും അത് ഞാൻ അംഗീകരിക്കുന്ന ഒരു വിഷയമാണ് എന്ന് ലിയാഖത്തിലൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓർമ്മിപ്പിക്കാൻ എനിക്ക് ബോധ്യപ്പെട്ടു. എന്തായാലും എൻ്റെ ആ ചോദ്യം, പക്ഷേ ഷജീർ വീഡിയോ അവസാനിപ്പിക്കുന്നത് വീണ്ടും മറ്റൊരു ചെറിയ തമാശ പറഞ്ഞിട്ടാണ്. ഇനി ഞാൻ അതിനൊരു ചെറിയ തമാശയായിട്ട് മാത്രമാണ് എടുക്കുന്നത്. വിഷയമാണ് എന്ന് ലിയാഖത്തിലൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും എൻ്റെ ആ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. മുഹമ്മദ് നബി മുന്നോട്ട് വെക്കുന്ന ഈ ദൈവിക കാഴ്ചപ്പാടിന്റെ അസ്തിത്വം, സിഫത്തുകളല്ല, അസ്തിത്വത്തെ നിരാകരിക്കാനുള്ള എന്ത് ശാസ്ത്ര അറിവാണ്, എന്ത് യുക്തിപരമായ അറിവാണ് ലിയാഖത്തിലി അല്ലെങ്കിൽ എക്സ് മുസ്ലിങ്ങളെ നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന ചോദ്യം ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അതിന് ഒരിക്കൽ കൂടി മറുപടി പറയുന്നു, മുഹമ്മദ് നബി അങ്ങനെ ഒരു ദൈവത്തിന്റെ അസ്തിത്വം സ്ഥാപിച്ചിട്ടില്ല. അതാണ്, സ്ഥാപിച്ചിട്ടില്ല. ഇനി മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ പ്രപഞ്ച സൃഷ്ടാവിനെ നിരാകരിക്കാനുള്ള യുക്തിഭദ്രമായ ശാസ്ത്രീയമായ കാരണങ്ങൾ ഞാൻ 2 വീഡിയോയിലും പിന്നെ ഇന്നും വിശദീകരിച്ചു കഴിഞ്ഞു. അത്രയാണ് ഷജീറിനോട് പറയാനുള്ളത്. ഇനി ഷജീറിന്റെ വായനയും പഠനവും ഒരു ഭാഗത്ത് നടക്കട്ടെ. ഷജീറിന്റെ മറുപടികൾ സമയം പോലെ കാണും. സമയത്തിനനുസരിച്ച് പ്രതികരിക്കേണ്ടതാണ്. തോന്നുകയാണെങ്കിൽ പ്രതികരിക്കും. അത് പ്രതികരിക്കാത്തതിന് അസ്വസ്ഥരാവേണ്ടതില്ല.